എടുക്കാൻ പോകുന്നത് സോഷ്യൽ സ്റ്റഡീസിന്റെ പുതിയ ചാപ്റ്റർ ആണ്. പുതിയ ചാപ്റ്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ സെമസ്റ്റർ 2 ടെക്സ്റ്റിനകത്തെ ആദ്യത്തെ ചാപ്റ്റർ കേട്ടോ. അപ്പോൾ നിങ്ങൾ എടുക്കുക, ടെക്സ്റ്റ് ബുക്ക് ഒക്കെ എടുക്കുക എല്ലാവരും. പേജ് നമ്പർ 254, പേജ് നമ്പർ 254, സോഷ്യൽ സ്റ്റഡീസിന്റെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ദ സോയിൽ. ഓക്കെ, ഇപ്പോ സോയിൽ എന്താന്ന് പറയുമ്പോൾ നമുക്കറിയാം മണ്ണ് അല്ലെ. ഇപ്പോ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് മണ്ണ്. കാര്യം ചെടികളുടെ നിലനിൽപ്പിന് അല്ലെ, നല്ല രീതിയിൽ നല്ല ഫെർട്ടൈൽ സോയിൽ, ഫലപുഷ്ടിയുള്ള സോയിൽ വളരെയധികം ആവശ്യമാണ് നമുക്കറിയാം അല്ലയോ. അപ്പോ നമ്മള് മനുഷ്യർക്കാണെങ്കിലും ജീവജാലങ്ങൾക്കാണെങ്കിലും നേരിട്ട് ഡിപ്പെൻഡ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിലും നമ്മൾ എന്താണ് നമുക്കറിയാം, നമ്മൾക്ക് ഫുഡ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യണം. അപ്പൊ ഈ പ്ലാന്റ്സ് നന്നായിട്ട് വളരണമെങ്കിൽ നല്ല ഫെർട്ടൈൽ ആയിട്ടുള്ള സോയിൽ ആവശ്യമാണ്. അപ്പൊ നല്ല ഫലപുഷ്ടിയുള്ള മണ്ണില് സസ്യങ്ങൾ നന്നായിട്ട് കിളിക്കുക, അതിൽ നിന്നും കിട്ടുന്ന കാര്യങ്ങൾ കൊണ്ട് നമ്മൾ ഫുഡിന് എന്ത് ചെയ്യും, ഈ ചെടികളെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലയോ. അപ്പൊ ഇങ്ങനെ നമ്മള് എന്താണ് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മൾക്ക് എന്താണ് നമ്മളുടെ ജീവൻ നിലനിൽക്കാനായിട്ട് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഈ സോയിൽ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് പഠിച്ചു തുടങ്ങാം. ഓക്കെ, നമ്മൾ ഈ ചാപ്റ്ററിൽ ശരിക്കും പഠിക്കുന്നത് ടൈപ്സ് ഓഫ് സോയിലാണ്. പലതരത്തിലുള്ള മണ്ണുണ്ട്. അപ്പൊ അത് ഏതൊക്കെ മണ്ണാണ്, അതിലേതൊക്കെ ക്രോപ്സ് ആണ് നന്നായിട്ട് കൃഷി ചെയ്യാൻ കഴിയുന്നത്, പിന്നെ ഏതൊക്കെ സ്റ്റേറ്റ്സിലാണ് നമ്മുടെ ഇന്ത്യയിൽ ഏതൊക്കെ സ്റ്റേറ്റ്സിലാണ് ഈ മണ്ണ് കാണപ്പെടുന്നത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് പഠിക്കുന്നത്. അപ്പൊ നമുക്ക് പഠിച്ചു തുടങ്ങാം. റെഡി ആണല്ലോ? ഓക്കെ, അപ്പൊ ടെക്സ്റ്റ് ബുക്ക് നോക്കിയേ. Soil is the topmost layer of the earth. It is one of the most important natural resources. In other words, we can say that it is a precious gift of nature. The plants grow on soil. All other living beings depend directly or indirectly upon plants for their food. The soil is very crucial for all living beings on the earth. അപ്പോ അവിടെ പറഞ്ഞിട്ടാ നോക്കിയേ, സോയിൽ ഈസ് ദ ടോപ്പ് മോസ്റ്റ് ലെയർ ഓഫ് ദ എർത്ത്. നമ്മുടെ ഭൂമിയുടെ ഏറ്റവും മുകളിലത്തെ പാളിയാണ് എന്തെന്ന് പറയുന്നത്, സോയിൽ, മണ്ണെന്ന് പറയുന്നത് അല്ലെ. നമ്മൾക്കറിയാം, നമ്മൾ മുറ്റത്തോട്ടൊക്കെ ഇറങ്ങുവാണെങ്കിൽ നമ്മൾ ചവിട്ടി നിൽക്കുന്നത് എന്താണ്, നമ്മുടെ മണ്ണിലാണ് അല്ലേ. അപ്പോ നമ്മുടെ ഭൂമിയുടെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ലെയർ, ഏറ്റവും മുകളിൽ കാണപ്പെടുന്ന പാളിയാണ് എന്തെന്ന് പറയുന്നത്, സോയിൽ അല്ലെങ്കിൽ മണ്ണെന്ന് പറയുന്നത്. It is one of the most important natural resources. ഇതെന്ന് പറയുന്നത് ഒരു നാച്ചുറൽ റിസോഴ്സസ് ആണ്. അതായത് പ്രകൃതിദത്ത വിഭവമാണ്. പ്രകൃതിയിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന ഒന്നാണ് ഇത് മണ്ണല്ല. നമ്മൾ കൊണ്ടുവന്ന് എവിടെന്നെങ്കിലും എടുത്തിട്ട് വേണോ, അല്ല. നമ്മുടെ വീട്ടിൽ മണ്ണില്ലെങ്കിൽ നമ്മൾ അപ്പുറത്ത് തന്നെ കൊണ്ടുവന്നിടും. പക്ഷേ ഈ നമ്മുടെ ഭൂമിയിൽ കാണപ്പെടുന്ന മണ്ണെന്ന് പറയുന്നത് ഇറ്റ്സ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് നാച്ചുറൽ റിസോഴ്സ്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നാച്ചുറൽ റിസോഴ്സസ്, ഒരു പ്രകൃതി വിഭവമാണ് ഇത് സോയിൽ എന്ന് പറയുന്നത്. In other words, we can say that it is a precious gift of nature. വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ നമ്മളുടെ പ്രകൃതിയുടെ നമ്മൾക്ക് തന്ന ഏറ്റവും വലിയൊരു പ്രീഷ്യസ് ഗിഫ്റ്റ്, വില മതിക്കാൻ ആവാത്ത അല്ലെ, അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നാച്ചുറൽ റിസോഴ്സസ് ആണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ദ പ്രീഷ്യസ് ഗിഫ്റ്റ് ഓഫ് നേച്ചർ. നമ്മുടെ പ്രകൃതി നമുക്ക് കനിഞ്ഞു തന്നിട്ടുള്ള ഒരു വലിയൊരു ഗിഫ്റ്റ് തന്നെയാണ് എന്തെന്ന് പറയുന്നത്, മണ്ണെന്ന് പറയുന്നത്. ദ പ്ലാന്റ്സ് ഗ്രോ ഓൺ സോയിൽ അല്ലെ. നമ്മൾക്കറിയാം, പ്ലാന്റ്സ്, ചെടികളാണെങ്കിലും മരങ്ങളാണെങ്കിലും ഒക്കെ മണ്ണിലാണ് വളരുന്നത്. All other living beings depend directly or indirectly upon plants for their food. അല്ലെ, എല്ലാ ജീവജാലങ്ങളും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ, അത് നേരിട്ടല്ല എങ്കിൽ ചിലപ്പോൾ നമ്മൾ നേരിട്ട് എന്ത് ചെയ്യും, ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ലീഫി വെജിറ്റബിൾസ് എന്ന് പറയാം, ഇലക്കറികൾ കൂട്ടും അല്ലെ. പിന്നെന്താ വെച്ചിട്ടാണ് അതിൽ നിന്നുള്ള ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഒക്കെ എടുക്കും. ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഡയറക്റ്റ് ആയിട്ട് എടുത്തില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ജ്യൂസ് ആയിട്ടൊക്കെ എന്ത് ചെയ്യും, ഈ ഫ്രൂട്ട്സ് ഒക്കെ നമ്മൾ ജ്യൂസ് കുടിക്കും അല്ലെ. അപ്പൊ അങ്ങനെ നമ്മൾ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലായിട്ട് ഡയറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പ്ലാന്റ്സിനെ നമ്മുടെ ഫുഡിന് വേണ്ടി നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നു. The soil is very crucial for all living beings on the earth. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം, നമ്മുടെ ഭൂമിയിലെ എല്ലാ ലിവിങ് ബീയിങ്സിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു
വെരി സ്ലോ പ്രോസസ്. സോയിൽ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടും എന്താണ് സ്ലോ പ്രോസസ്. സ്ലോ പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താണ്, വളരെ പതുക്കെ പതുക്കെ ഉണ്ടാവുന്നതാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഒരു ദിവസം കൊണ്ടൊന്നും ഒരിക്കലും എന്താവത്തില്ല, മണ്ണുണ്ടാവത്തില്ല. അത് വളരെയധികം പതുക്കെ പതുക്കെയാണ് ഇത് ഒരുപാട് രൂപമാറ്റം സംഭവിച്ചിട്ടാണ് മണ്ണായിട്ട് മാറുന്നത്. It is formed when the rocks are broken into tiny particles by the actions of rain, wind, rivers and streams. അല്ലെ, ഈ പറയുന്ന റെയിനും വിൻഡും അതുപോലെ റിവേഴ്സും സ്ട്രീംസും ഇവയുടെയൊക്കെ ഫലമായിട്ട് എന്താണ്, it is formed when the rocks are broken into tiny particles. വലിയ വലിയ പാറക്കല്ലുകൾ എന്ത് ചെയ്യും, പൊടിഞ്ഞ് 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 എന്താവും, ഈ ടൈനി പാർട്ടിക്കിൾസ് വളരെയധികം ചെറിയ 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 പാർട്ടിക്കിൾസ് ആയിട്ട് മാറുന്നു. എന്തിൻ്റെയൊക്കെയാണ്, റെയിൻ മഴയുടെ ഭാഗമായിട്ട്, കാറ്റിന്റെ ഫലമായിട്ട്, റിവേഴ്സിന്റെ ഫലമായിട്ട്. അതായത് ഇപ്പോൾ മഴ പെയ്യുമ്പോൾ എന്ത് ചെയ്യും, വലിയ വലിയ പാറക്കല്ലുകളൊന്നും ഉരുണ്ടുപോയില്ലെങ്കിൽ മഴവെള്ളത്തിന്റെ കൂടെ എന്ത് ചെയ്യും, ചെറിയ ചെറിയ കല്ല് എന്ത് ചെയ്യും, ഉരുണ്ട് 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 പോയി 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 അത് എന്ത് ചെയ്യും, അതിന്റെ അളവ് ഇങ്ങനെ ചെറിയ ചെറുതായിട്ട് പൊടിഞ്ഞ് 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 എന്താവും, ഈ പറയുന്ന മണ്ണായിട്ടൊക്കെ മാറും. അപ്പോൾ ഒരുപാട് എന്താണ്, വെരി സ്ലോ പ്രോസസ് എന്നാണ് പറഞ്ഞത്. വളരെ പതുക്കെ പതുക്കെ പതുക്കെയായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ പാറയൊക്കെ പൊടിഞ്ഞ് എന്തായിട്ട് മാറുന്നത്, ഈ ചെറിയ ചെറിയ ടൈനി പാർട്ടിക്കിൾസ് പോലുള്ള മണ്ണായിട്ട്, സോയിലായിട്ട് മാറുന്നത്. An inch of soil is made over a number of years. അല്ലെ, 1 ഇഞ്ച് മണ്ണുണ്ടാവുന്നതെന്ന് പറയുന്നത് എന്താണ്, വർഷങ്ങളോളം സമയമെടുത്തിട്ടാണ്. അതായത് ഒരു വലിയ പാറക്കല്ല് പൊടിഞ്ഞ് നമ്മൾക്ക് ഈ നമ്മുടെ ചുറ്റുമുള്ള രീതിയിലുള്ള ചെറിയ 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 മണ്ണായിട്ട്, അല്ലെ, മൺതരിയായിട്ട് മാറുന്നത് എന്താണ്, വർഷങ്ങളോളം ചെന്നിട്ടാണെന്നാണ് പറയുന്നത്. അത്രയ്ക്ക് എന്താണ് സ്ലോ പ്രോസസ്സാണ്. അത്രയ്ക്ക് വളരെ പതുക്കെ നടക്കുന്ന ഒരു പ്രക്രിയയാണ് എന്ത്, വലിയ വലിയ പാറകളൊക്കെ പൊടിഞ്ഞ് ഈ മണ്ണായിട്ട് മാറുക എന്നുള്ളത്. Then the soil particles that are very fine is called clay. അല്പമായിട്ടുള്ള മണ്ണിന്റെ കണികകളെയാണ് എന്തെന്ന് പറയുന്നത്, ക്ലേ, കളിമണ്ണ് എന്ന് വിളിക്കുന്നത്. അല്ലെ, the soil particles that are very fine, അല്ലെ, ഇത് സൂക്ഷ്മമായിട്ടുള്ള മണ്ണിന്റെ കണികകളെയാണ് നമ്മൾ കളിമണ്ണ്, ക്ലേ എന്ന് പറയുന്നത്. If the soil particles are a little coarse, it is called silt. അല്ലെ, അതായത് മണ്ണിന്റെ എന്ത് കണികകൾ എന്ന് പറഞ്ഞാൽ കുറച്ച് പരുപരത്തുള്ളതാണെങ്കിൽ, അല്ലെ, പരുപരത്തുള്ളതാണെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് സിൽറ്റ്. ടീച്ചറുടെ പിക്ചർ കാണിക്കുന്നുണ്ട്, കാണുമ്പോൾ അറിയാം സിൽറ്റ്. അതായത് മണ്ണിൽ കുറച്ച് പരുപരത്തിരിക്കും, അതാണ് സിൽറ്റ് എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത്, ആൻഡ് ഇഫ് ദ സോയിൽ പാർട്ടിക്കിൾസ് ആർ വെരി കോഴ്സ്, ഇറ്റ് ഈസ് കോൾഡ് സാൻഡ്. അല്ലെങ്കിൽ സാൻഡ് എന്ന് പറഞ്ഞാൽ അറിയാം, മണൽ നിങ്ങൾക്ക് അറിയണേ എന്താണ്, നല്ല രീതിയിൽ പരുപരത്തതാണ്. അല്ലേ, നല്ലതായിട്ട് നമുക്കറിയാം, നല്ല പരുപരത്ത മണ്ണാണ്, ഈർപ്പമൊന്നുമില്ലാത്ത നല്ല പരുപരത്ത മണ്ണാണ് എന്തെന്ന് പറയുന്നത്, സാൻഡ്, മണൽ എന്ന് പറയുന്നത്. സോയിൽ ഓൾസോ കണ്ടെയ്ൻസ് ഹ്യൂമസ്, എ ഫെർട്ടൈൽ സബ്സ്റ്റൻസ്. അല്ലെ, നമ്മുടെ മണ്ണിൽ കാണപ്പെടുന്ന ഒന്നാണ് ഹ്യൂമസ് എന്ന് പറയുന്നത്. മണ്ണിനെ ഫലപുഷ്ടി ഉള്ളതാക്കി തീർക്കുക എന്നുള്ളതാണ് ഈ ഹ്യൂമസിന്റെ ഒരു പ്രധാനപ്പെട്ട എയിം എന്ന് പറയുന്നത്. അതായത് മണ്ണിന്റെ ഫലപുഷ്ടി, അല്ലെ, നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ, എന്തെങ്കിലും ക്രോപ്സ് ഒക്കെ നമ്മൾ കൃഷി ചെയ്യാനൊക്കെ എടുക്കുകയാണെങ്കിൽ അത് നന്നായിട്ട് വളരണം എന്നുണ്ടെങ്കിൽ ആ മണ്ണിന് നല്ല എന്തുണ്ടായിരിക്കണം, ആ ഫലപുഷ്ടി ഫെർട്ടൈൽ ആയിരിക്കണം. അപ്പം ഇത്തരത്തില് മണ്ണിന്റെ ഫലപുഷ്ടി നിലനിർത്തുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ത്, ഹ്യൂമസ് എന്ന് പറയുന്നത്. which is the rotten part of a dead plant and animal. അല്ലെ, അതായത് മണ്ണിൽ എന്താണ് ഈ പറയുന്ന എന്തെങ്കിലും ചത്തുപോയിട്ടുള്ള അല്ലെങ്കിൽ മരിച്ചുപോയ എന്തെങ്കിലും ജീവികളുടെ അവശിഷ്ടങ്ങളും, അതല്ല എന്തെങ്കിലും മരങ്ങളുടെയൊക്കെ അവശിഷ്ടങ്ങൾ, ഇലകളും മറ്റുമൊക്കെ മണ്ണിൽ ഇങ്ങനെ കിടന്ന് എന്താണ് കുറേ കാലം, മാസങ്ങളും വർഷങ്ങളോളം ആയിട്ട് അവ ജീർണിച്ച് മണ്ണിൽ തന്നെ എന്ത് ചെയ്യും, അഴുകി ചേരും. അങ്ങനെ മണ്ണിൽ അഴുകി ചേർന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ഹ്യൂമസ് ഉണ്ടാവുന്നത്. ആ ഹ്യൂമസ് ആണ് എന്ത് ചെയ്യുന്നത്, മണ്ണിന്റെ ഫലപുഷ്ടിയെ നിലനിർത്തുന്നത്. മണ്ണിന്റെ ഫലപുഷ്ടി ഉണ്ടാക്കുന്നത് ഈ ഹ്യൂമസ് ആണ്. ഈ ഹ്യൂമസ് എന്ന് പറഞ്ഞാൽ ജീവൻ ഇല്ലാത്ത ജീവികളുടെയും, അല്ലെ, അനിമൽസിന്റെയും അതുപോലെ മരങ്ങളുടെ ഇലകളിൽ ഒക്കെ എന്ത് ചെയ്യും, മണ്ണിൽ വീഴും. അപ്പൊ അതെല്ലാം ഇങ്ങനെ മണ്ണിൽ കിടന്ന് എന്താണ്, ഒരുപാട് നാൾ കഴിയുമ്പോൾ അത് മണ്ണിനോട് ചേരും, അല്ലെ, ജീർണിച്ച് ചേരും. അതാണ് ആ ഹ്യൂമസ്. അത് മണ്ണിന്റെ ഫലപുഷ്ടി എന്ത് ചെയ്യും, നിലനിർത്തും എന്നാണ് പറയുന്നത്. ഹ്യൂമസ് മേക്ക് സോയിൽ മോർ ഫെർട്ടൈൽ. അല്ലെ, ഹ്യൂമസ് എന്ന് പറയുന്നത് മണ്ണിനെ എന്താണ് കൂടുതൽ എന്താണ് ഫെർട്ടൈൽ, ഫലപുഷ്ടി ഉള്ളതാക്കി മാറ്റുന്നു. Soil is found everywhere in the world. നമുക്കറിയാം നമ്മുടെ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും എന്തുണ്ടായിരിക്കും, മണ്ണുണ്ടായിരിക്കും. But its quality differs from place to place. അല്ലെ, പക്ഷെ ഇതിന്റെ ക്വാളിറ്റി, ഇതിന്റെ അളവ് എന്താണ്, ഓരോ സ്ഥലത്തിൽ നിന്നും മറ്റൊരു സ്ഥലത്തോട്ട് മാറുന്തോറും എന്താണ് അതിന്റെ ഘടനയ്ക്കാണെങ്കിലും അതിന്റെ രീതിക്കാണെങ്കിലും കളറിനാണെങ്കിലും ഒക്കെ ചേഞ്ച് വരും. Different physical features and climate have formed different kinds of soil in India. അല്ലെ,
അതായത് നമ്മളുടെ ഇന്ത്യയിലെ പല സ്ഥലത്തുമുള്ള കാലാവസ്ഥാ വ്യതിയാനം അല്ലെ ക്ലൈമറ്റ് ചേഞ്ചസ് ആണ് ഈ ഓരോ സ്ഥലത്തിന്റെയും മണ്ണിന്റെ സ്വഭാവത്തിന്റെയും സ്വഭാവവുമായി ബന്ധപ്പെട്ടിരിക്കും. അതായത് നമ്മളുടെ കേരളത്തിലെ കാലാവസ്ഥയുമായിട്ട് ഉള്ള ഒരു കാലാവസ്ഥയായിരിക്കില്ല. ചിലപ്പോൾ നമ്മൾ അങ്ങോട്ട് ഇപ്പോൾ ജമ്മു കാശ്മീരും അവിടെ ഭയങ്കര തണുപ്പാണ് അല്ലേ. അപ്പം നമ്മളുടെ ഇവിടെ ഉള്ള രീതിയിൽ ഭയങ്കര ഈ ഒരു കളറും ഒക്കെ ഉള്ള ഒരു മണ്ണും ഒന്നും ആയിരിക്കത്തില്ല അവിടെ ഉള്ളത്. അപ്പൊ അവിടുത്തെ ഓരോ രീതിയിലെയും എന്താണ് ക്ലൈമറ്റ് ചേഞ്ചസ് കാലാവസ്ഥാ വ്യതിയാനത്തിനനുസരിച്ച് ഓരോ സ്ഥലത്തെയും മണ്ണിന്റെ കളറിനാണെങ്കിലും സ്വഭാവത്തിനാണെങ്കിലും ഫലപുഷ്ടിക്കാണെങ്കിലും ഒക്കെ എന്ത് ചെയ്യും ചേഞ്ചസ് ഉണ്ടാവും. അപ്പൊ നമുക്കറിയാം നമ്മളുടെ ഇവിടെ ചുറ്റും കാണുന്ന ഈ മണ്ണ് പോലെ ആയിരിക്കത്തില്ല നമ്മളൊരു കടൽ തീരത്തിന്റെ അടുത്തോട്ട് ചെല്ലുമ്പോൾ അവിടെ എന്താണ് കൂടുതലും സാൻഡ് ആണല്ലേ, മണലാണല്ലേ. കാര്യം അവിടുത്തെ ആ ചൂടും അവിടുത്തെ കാലാവസ്ഥയും അനുസരിച്ച് ആ മണ്ണിന് എന്ത് ചെയ്യും വ്യത്യാസം സംഭവിക്കും. അടുത്ത നോക്കി ടൈപ്സ് ഓഫ് സോയിൽ അല്ലെ. നമ്മൾക്ക് ഇനി പഠിക്കാനുള്ള ഇതാണ് ടൈപ്സ് ഓഫ് സോയിൽ. പ്രധാനമായിട്ടും നിങ്ങൾക്ക് അവിടെ 6 സോയിലിന്റെ കാര്യമാണ് പറയുന്നത്. ഫസ്റ്റ് അലൂവിയൽ സോയിൽ, സെക്കൻഡ് ബ്ലാക്ക് സോയിൽ, തേർഡ് റെഡ് സോയിൽ, ഫോർത്ത് ലാറ്ററൈറ്റ് സോയിൽ, ഫിഫ്ത് മൗണ്ടെയിൻ സോയിൽ, ദെൻ സിക്സ് ഡിസോൾട്ട് സോയിൽ. അപ്പൊ ഇത് നിങ്ങൾക്ക് വളരെ എളുപ്പമാണ്. നിങ്ങൾ പ്രീവിയസ് ക്ലാസ്സസിലൊക്കെ ചിലപ്പം ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഈ പേരെങ്കിലും കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പൊ എന്നാൽ നമുക്ക് ഇന്ന് പഠിച്ചു തുടങ്ങാം. ടൈപ്സ് ഓഫ് സോയിൽ. Let's know about different kinds of soil in our country. നമ്മുടെ ഈ ഒരു രാജ്യത്തിലുള്ള അല്ലെങ്കിൽ മണ്ണ് ഏതൊക്കെ തരത്തിലുള്ള മണ്ണാണ്, ഏതൊക്കെ തരത്തിലുള്ള സോയിലാണുള്ളത് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് പറയുന്നത് അലൂവിയൽ സോയിലാണ്. അലൂവിയൽ സോയിൽ. Alluvial soil is most fertile soil. The soil in the northern plains and coastal plains of India is formed of alluvial soil. Almost 25% of India's land surface is covered with this soil. Due to the fertility of this soil, it is suitable for all kinds of crops. Paddy, wheat, jute, sugarcane and oil seed are grown in this soil. അപ്പോൾ അലൂവിയൽ സോയിലിന്റെ കാര്യമാണ് പറഞ്ഞത്. അലൂവിയൽ സോയിൽ നോക്കിയേ. അലൂവിയൽ സോയിൽ ഈസ് ദ മോസ്റ്റ് ഫെർട്ടൈൽ സോയിൽ. അണ്ടർലൈൻ ചെയ്യുക. അലൂവിയൽ സോയിൽ എന്ന് പറയുന്നതാണ് ഏറ്റവും ഫെർട്ടൈൽ സോയിൽ, ഏറ്റവും വലിയ ഫലപുഷ്ടിയുള്ള മണ്ണെന്ന് അറിയപ്പെടുന്നത് അലൂവിയൽ സോയിലാണെന്നാണ് പറയുന്നത്. The soil in northern plains and coastal plains of India is formed of alluvial soil. ഇന്ത്യയുടെ വടക്കൻ സമതലങ്ങളിലെയും തീരസമതലങ്ങളിലുമാണ് ഈ പറയുന്ന നമ്മുടെ അലൂവിയൽ സോയിൽ കൂടുതലും കാണപ്പെടുന്നത് അല്ലെ. ഇന്ത്യയുടെ വടക്കൻ സമതല പ്രദേശത്തും അതുപോലെ തീരസമതലങ്ങളിലുമാണ് നമ്മുടെ ഈ അലൂവിയൽ സോയിൽ ധാരാളമായിട്ട് കണ്ടുവരുന്നത്. Almost 25% of India's land surface is covered with this soil. നമ്മുടെ ഇന്ത്യയുടെ ഏകദേശം 25% എന്ത് തന്നെയാണ് അലൂവിയൽ സോയിൽ ആണെന്നാണ് പറയുന്നത്. ഇന്ത്യയിൽ നമ്മൾക്കറിയാം അല്ലെ, ആ ഇന്ത്യയിൽ ഏകദേശം 25% കാണപ്പെടുന്നത് ഈ പറയുന്ന അലൂവിയൽ സോയിലാണെന്നാണ് പറയുന്നത്. Due to the fertility of the soil, it is suitable for all kinds of crops. നമ്മൾ പറഞ്ഞു ഈ അലൂവിയൽ സോയിലാണ് ദ മോസ്റ്റ് ഫെർട്ടൈൽ സോയിൽ എന്ന് ആദ്യം പറഞ്ഞു. ഏറ്റവും വലിയ ഫലപുഷ്ടിയുള്ള മണ്ണ് അലൂവിയൽ സോയിലാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇതിൽ ഒരുവിധപ്പെട്ട എല്ലാ ക്രോപ്സും എല്ലാ വിളകളും എന്ത് ചെയ്യാൻ നമുക്ക് കൃഷി ചെയ്യാനായിട്ട് സാധിക്കും. പ്രധാനമായിട്ടും അലൂവിയൽ സോയിൽ കൃഷി ചെയ്യുന്നത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പാഡി, നമുക്കറിയാം റൈസ് അല്ലെ നെല്ല്, പിന്നെ വീറ്റ്, ദെൻ ജൂട്ട് അല്ലെ, ജൂട്ട് എന്ന് പറഞ്ഞാൽ ചണം, അതുപോലെ ഷുഗർ കെയിൻ കരിമ്പ്, ആൻഡ് ഓയിൽ സീഡ് എണ്ണക്കുരു അല്ലെ, ഇവയെല്ലാമാണ് പ്രധാനമായിട്ടും നമ്മളുടെ ഈ അലൂവിയൽ സോയിലിൽ കൃഷി ചെയ്യുന്ന എന്ത് ക്രോപ്സ് അല്ലെ വിളകൾ എന്ന് പറയുന്നത്. അപ്പൊ അത്രേ ഉള്ളൂ അലൂവിയൽ സോയിൽ. വളരെ എളുപ്പമാണ് അല്ലെ. അപ്പൊ ഒന്നുകൂടെ പറയാം. അലൂവിയൽ സോയിൽ എന്ന് പറഞ്ഞാൽ അലൂവിയൽ സോയിൽ ഈസ് ദ മോസ്റ്റ് ഫെർട്ടൈൽ സോയിൽ അല്ലെ, ഏറ്റവും വലിയ ഫലപുഷ്ടിയുള്ള മണ്ണാണ് അലൂവിയൽ സോയിൽ. The soil in the northern plains and coastal plains of India is formed of alluvial soil. നമ്മളുടെ ഇന്ത്യയുടെ വടക്കൻ സമതലങ്ങളിലും തീരസമതലങ്ങളിലുമായിട്ടാണ് ഈ അലൂവിയൽ സോയിൽ കൂടുതലും രൂപപ്പെടുന്നത്. Almost 25% of India's land surface is covered with this soil. നമ്മുടെ ഇന്ത്യയുടെ ഏകദേശം 25% എന്ത് തന്നെയാണ് അലൂവിയൽ സോയിലാണ്. Due to the fertility of this soil, it is suitable for all kinds of crops. ഈ ഫെർട്ടൈൽസ് ഇതെന്ന് പറയുന്നത് ഏറ്റവും വലിയ ഫെർട്ടൈൽ സോയിലാണെന്ന് പറഞ്ഞു. ഫലപുഷ്ടിയുള്ള മണ്ണായതുകൊണ്ട് തന്നെ ഇവിടെ ഒരുവിധ എല്ലാ കാര്യങ്ങളും കൃഷി ചെയ്യാൻ പറ്റും. പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്ന വിളകൾ ക്രോപ്സ് എന്ന് പറയുന്നത് പാഡി,
wheat, jute, sugarcane and oil seeds. Okay ആണല്ലോ, മനസ്സിലായേ? Then next black soil, കറുത്ത മണ്ണെന്ന് അറിയപ്പെടും. എന്താണ് കറുത്ത മണ്ണ്? As the name suggests, the soil is black in color. അല്ലേ, പേര് പോലെ തന്നെയാണ് ഈ മണ്ണിന്റെ ഒരു കളർ എന്ന് പറയുന്നത് എന്താണ്? ബ്ലാക്ക് കളർ, കറുപ്പാണ് അല്ലേ. ബ്ലാക്ക് സോയിൽ എന്നാണ്, അതുകൊണ്ട് കറുത്ത മണ്ണെന്നാണ് അറിയപ്പെടുന്നത്. ഈ ഒരു മണ്ണിന്റെ ഈ പേര് പോലെ തന്നെയാണ് ആ മണ്ണിന്റെ നിറം എന്ന് പറയുന്നത് എന്താണ്? ബ്ലാക്ക് ആണ്, കറുപ്പാണ്. The soil is formed by the volcanic rocks of lava. ലാവയിലെ അഗ്നിപർവ്വതങ്ങൾ പൊട്ടി ഉണ്ടാവുന്ന ഇതാണ് എന്ത്? ഈ ബ്ലാക്ക് സോയിൽ, കറുത്ത മണ്ണെന്ന് പറഞ്ഞാൽ. അഗ്നിപർവ്വതങ്ങൾ പൊട്ടുമ്പോൾ അതിൽ നിന്നും ലാവ ഒലിച്ചു വരും അല്ലേ. അപ്പൊ ആ ലാവയിൽ ഒലിച്ചു വന്ന് എന്താണ് അതിൽ നിന്നും വർഷങ്ങൾ കഴിഞ്ഞ് രൂപപ്പെടുന്ന മണ്ണാണ് എന്ത്? ഈ പറയുന്ന ബ്ലാക്ക് സോയിൽ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതിന് കറുത്ത നിറത്തിൽ കാണപ്പെടുന്നത്. The presence of lime and iron make the soil is black. അല്ലെ, ലൈം കുമ്മായവും അതുപോലെ അയൺ ഇരുമ്പിന്റെ അംശവുമാണ് ഈ പറയുന്ന നമ്മുടെ ബ്ലാക്ക് സോയിലിന് ഈ ഒരു കറുത്ത നിറം കൊടുക്കാൻ, കറുപ്പ് നിറം കിട്ടാനുള്ള കാരണം അതിലടങ്ങിയിട്ടുള്ള ലൈമിന്റെയും അയണിന്റെയും പ്രസൻസ് ആണ്. ഓക്കെ, black soils are found mainly in the northwestern part of the Deccan Plateau. ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് പ്രധാനമായിട്ടും ബ്ലാക്ക് സോയിൽസ് ഒരുപാട് ഉണ്ടാവുന്നത് അല്ലേ. ബ്ലാക്ക് സോയിൽസ് ആർ ഫൗണ്ട് മെയിൻലി ഇൻ നോർത്ത് വെസ്റ്റേൺ പാർട്ട് ഓഫ് ഡെക്കാൻ പ്ലേറ്റു. ഡെക്കാൻ പീഠഭൂമിയുടെ ഏകദേശം വടക്കു പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് ഈ ബ്ലാക്ക് സോയിൽ കൂടുതലും കാണപ്പെടുന്നത്. The black soils are good for producing cotton, oilseed, millet, vegetable, fruit, sugarcane and tobacco. ഈ കറുത്ത മണ്ണിൽ കൃഷി ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? കോട്ടൺ, പരുത്തി കൃഷിക്ക് വളരെ അനുയോജ്യമായിട്ടുള്ള ഒരു മണ്ണാണ് എന്ത്? ഈ ബ്ലാക്ക് സോയിൽ, കറുത്ത മണ്ണെന്ന് അറിയപ്പെടുന്നത് കേട്ടോ. പരുത്തി കൃഷി, കോട്ടൺ അല്ലെ, പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു മണ്ണാണ് ബ്ലാക്ക് സോയിൽ. അതുകൂടാതെ ഓയിൽ സീഡ്, ദെൻ മില്ലറ്റ്, പിന്നെ വെജിറ്റബിൾസ്, അതുപോലെ ഫ്രൂട്ട്സ്, അതുപോലെ ഷുഗർ കെയിൻ അറിയാലോ, കരിമ്പ്, ദെൻ ടൊബാക്കോ, ടൊബാക്കോയുടെ പുകയില, ഇവയെല്ലാം കൃഷി ചെയ്യാനും നമ്മൾക്ക് ഈ ബ്ലാക്ക് സോയിൽ വളരെ നല്ലതാണ്. Black soil is also known as black cotton soil. അത് അണ്ടർലൈൻ ചെയ്യുക. Black soil is also known as black cotton soil. Black soil, കറുത്ത മണ്ണിനെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് black cotton soil. അതായത് നമ്മൾ ആദ്യമേ പറഞ്ഞു കോട്ടൺ കൃഷി അല്ലെ, പരുത്തി കൃഷി ഏറ്റവും നന്നായിട്ട് നടക്കുന്നത് ഈ കറുത്ത മണ്ണിലാന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് അതിനെ ബ്ലാക്ക് കോട്ടൺ സോയിൽ എന്ന് അറിയപ്പെടുന്നത്. This type of soil is mostly found in the parts of Gujarat, Andhra Pradesh, Madhya Pradesh and Maharashtra. നമ്മുടെ ഇന്ത്യയിൽ ഈ കറുത്ത മണ്ണ് അല്ലെങ്കിൽ ബ്ലാക്ക് സോയിൽ കൂടുതലും കാണപ്പെടുന്ന സ്റ്റേറ്റ്സ്, സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഗുജറാത്ത്, ആന്ധ്രാപ്രദേശ്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര. ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെയാണ് ഈ പറയുന്ന ബ്ലാക്ക് സോയിൽ അല്ലെങ്കിൽ കറുത്ത മണ്ണ് കൂടുതലും കാണപ്പെടുന്നത്. ഓക്കെ, അപ്പൊ അതൊന്നുകൂടെ പറയാം. ബ്ലാക്ക് സോയിൽ ആണ് നമ്മൾ സെക്കൻഡ് പറഞ്ഞത്. ആസ് ദ നെയിം സജസ്റ്റ്, ദിസ് സോയിൽ ഈസ് ബ്ലാക്ക് ഇൻ കളർ. പേര് പോലെ തന്നെയാണ് ഈ ഒരു മണ്ണിന്റെ നിറം എന്ന് പറയുന്നത് ബ്ലാക്ക്, കറുപ്പ് നിറമാണുള്ളത്. ദിസ് സോയിൽ ഈസ് ഫോംഡ് ബൈ ദ വോൾക്കാനിക് റോക്സ് ഓഫ് ലാവ. അഗ്നിപർവ്വതങ്ങൾ പൊട്ടിയുണ്ടാവുന്ന ലാവ അല്ലെ, അതിൽ നിന്ന് രൂപപ്പെടുന്നതാണ് ഈ പറയുന്ന ബ്ലാക്ക് സോയിൽ. ദ പ്രസൻസ് ഓഫ് ദ ലൈം ആൻഡ് അയൺ മേക്സ് ദി സോയിൽ ബ്ലാക്ക്. അല്ലെ, കുമ്മായവും ഇരുമ്പും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അതിന്റെ അംശം കൊണ്ടാണ് ഈ ഒരു മണ്ണിന് കറുപ്പ് നിറം കിട്ടുന്നത്. Then black soils are found mainly in the northwestern part of the Deccan Plateau. ഡെക്കാൻ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് ഇത് കൂടുതലും ഈ ഒരു കറുത്ത മണ്ണ് കൂടുതലും കാണപ്പെടുന്നത്. The black soils are good for producing cotton, oilseed, millet, vegetable, fruit, sugarcane and tobacco. ഈ പറയുന്ന ക്രോപ്സ് ഒക്കെ നമുക്ക് എന്താണ് ഈ ഒരു മണ്ണിൽ കൃഷി ചെയ്യാൻ പറ്റും. ഏറ്റവും കൂടുതൽ കറുത്ത മണ്ണിൽ കൃഷി ചെയ്യുന്നത് കോട്ടൺ ആണ്, പരുത്തിയാണ്. Black soil is also known as black cotton soil. Black soil അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് black cotton soil. This type of soil is mostly found in the parts of Gujarat, Andhra Pradesh, Madhya Pradesh and Maharashtra. Okay ആണല്ലോ, ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ, രണ്ടാണ് എളുപ്പമാണ്, alluvial soil, black soil. Then third one എന്ന് പറയുന്നത് red soil, ചുവന്ന മണ്ണ്. Okay, the color of this kind of soil is red, which is due to the presence of lime and iron. അല്ലേ, അതായത്
ഇവിടുത്തെ ഈ ഒരു റെഡ് സോയിൽ അല്ലെ, ഈ റെഡ് സോയിൽ എന്ന് പറയുമ്പോൾ അതിന്റെ പേര് പോലെ തന്നെ അതിന്റെ നിറവും ഏകദേശം ഒരു ചുവപ്പ് പോലത്തെ ഒരു റെഡ് കളർ ആയിരിക്കും. which due to the presence of lime and iron. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ നമ്മൾ പറഞ്ഞു ലൈമിന്റെ അയണിന്റെ ഒരു പ്രസൻസ് ആണ് അവിടെ കറുപ്പ് നിറം കൊടുക്കുന്നത് പറഞ്ഞു. ഇവിടെ നമ്മളുടെ ഈ റെഡ് സോയിലിനും അതിന്റെ ഒരു നിറം കൊടുക്കുന്നത് ശരിക്കും ഈ പറയുന്ന ലൈമോ അയണിന്റെ ഒരു പ്രസൻസ് ആണ് അല്ലേ. അത് ഓരോ സ്ഥലത്തെ ക്ലൈമറ്റ് അനുസരിച്ച് അതിന് കറുപ്പ് നിറവും ഇതെന്ന് പറയുന്നത് അവിടുത്തെ കാലാവസ്ഥ അനുസരിച്ച് അതിന് ചുവപ്പ് നിറവും ആവും. This kind of soil is not so fertile, but it becomes productive with the addition of fertilizers. അല്ലേ, അതായത് ഈ മണ്ണിന് വളരെയധികം അത്ര ഫലപുഷ്ടിയുള്ള മണ്ണൊന്നും അല്ല. പക്ഷെ നമ്മൾ അതിനകത്ത് ഒരുപാട് ഫെർട്ടിലൈസേഴ്സ്, അതായത് ഒരുപാട് എന്താ പറയുക രാസവളങ്ങളും ജൈവവളങ്ങളും ഒക്കെ ഇല്ലയോ, അപ്പൊ അതുപോലുള്ള ഒരുപാട് ഫെർട്ടിലൈസേഴ്സ് ഒക്കെ ആഡ് ചെയ്യുമ്പോൾ അല്ലെ ആ മണ്ണിൽ ചേർക്കുമ്പോൾ ആ മണ്ണിന് എന്ത് ചെയ്യും, അതനുസരിച്ച് അതിന് ഫലപുഷ്ടി ഉണ്ടാവും. അല്ലാതെ അതിന് അത്ര വലിയ ഒരു ഫെർട്ടൈൽ സോയിൽ ഒന്നും അല്ല ഈ റെഡ് സോയിൽ എന്ന് പറയുന്നത്. Red soil is suitable for the crops like paddy, millet, maize and groundnut. അല്ലെ, ഇത്തരത്തിൽ ഫെർട്ടിലൈസേഴ്സ് ഒക്കെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഇതിനൊരു എന്താണ് ഫലപുഷ്ടി ഉണ്ടാവും. അങ്ങനെ നമ്മൾക്ക് അതിൽ കൃഷി ചെയ്യാൻ പറ്റുന്ന കുറച്ച് ക്രോപ്സ് ആണ് എന്താ പാഡി, നെല്ല്, അതുപോലെ മില്ലറ്റ്, പിന്നെ മൈസ്. മൈസ് എന്ന് പറഞ്ഞാൽ അറിയാമോ, ചോളം. ദെൻ ഗ്രൗണ്ട് നട്ട് അറിയാമോ, നിലക്കടല. ഇവയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനകത്ത് കൃഷി ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. Then red soil is found abundantly in Tamil Nadu, Karnataka, Andhra Pradesh, southeastern Maharashtra and eastern parts of Madhya Pradesh. അതായത് ഈ റെഡ് സോയിൽ പ്രധാനമായിട്ടും കണ്ടുവരുന്നത് നമ്മുടെ ഇന്ത്യയിൽ കണ്ടുവരുന്നത് തമിഴ്നാട്, അതായത് തമിഴ്നാട്ടിൽ കണ്ടുവരും, കർണാടക, അതുപോലെ ആന്ധ്രാപ്രദേശ്, പിന്നെ പറയുന്നത് സൗത്ത് ഈസ്റ്റേൺ മഹാരാഷ്ട്ര, അതായത് തെക്ക് കിഴക്കൻ മഹാരാഷ്ട്രയുടെ തെക്ക് കിഴക്കൻ ഭാഗങ്ങളിലും ആൻഡ് ഈസ്റ്റേൺ പാർട്സ് ഓഫ് മധ്യപ്രദേശ്, മധ്യപ്രദേശിന്റെ കിഴക്കൻ ഭാഗങ്ങളിലായിട്ടും ഈ റെഡ് സോയിൽ എന്ത് ചെയ്യും, കണ്ടുവരുന്നുണ്ട്. ഓക്കെ, അപ്പോ അവിടെ പറഞ്ഞത് എന്താണ്, റെഡ് സോയിൽ ആണ്. The color of this kind of soil is red. അല്ലെ, പേര് പോലെ തന്നെയാണ് ഇവിടെയും മണ്ണിന്റെ ഒരു നിറം എന്ന് പറയുന്നത് ഏകദേശം ഒരു ചുവന്ന നിറത്തിലാണ് ഉള്ളത്. which is due to the presence of lime and iron. കാരണം അത് ആ മണ്ണിന് ലൈമിന്റെയും അയണിന്റെയും പ്രസൻസ് ആണ് ആ ഒരു ഇതിന് എന്ത് ചുവന്ന നിറം കൊടുക്കുന്നത്. This kind of soil is not so fertile, but it becomes productive with the addition of fertilizers. അല്ലെ, അതായത് ഈ ഒരു മണ്ണെന്ന് പറഞ്ഞാൽ അതിന് അത്ര വലിയൊരു ഫലപുഷ്ടിയുള്ള മണ്ണൊന്നും അല്ല. പക്ഷെ നമ്മൾ അതിനകത്ത് ഒരുപാട് എന്താണ് ഫെർട്ടിലൈസേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന വളം, കീടനാശിനികളൊക്കെ പോലുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ ജൈവവളങ്ങളോ രാസവളങ്ങളോ ഒക്കെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ എന്താണ് ആ മണ്ണിന് കുറച്ച് ഫലപുഷ്ടി ഉണ്ടാവുക. അവിടെ നമുക്ക് ഈ പറഞ്ഞ പോലുള്ള പാഡി, മില്ലറ്റ്, മൈസ്, ഗ്രൗണ്ട്നട്ട്, ചോളം, നിലക്കടല അങ്ങനെയുള്ള കാര്യങ്ങൾ, നെല്ല് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൃഷി ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഇത് നമ്മുടെ ഇന്ത്യയിൽ കണ്ടുവരുന്നത് എവിടെയൊക്കെയാന്ന് ചോദിച്ചാൽ എവിടേക്കാണ്, തമിഴ്നാട്ടിൽ കണ്ടുവരുന്നുണ്ട്, കർണാടക, ആന്ധ്രാപ്രദേശ്, പിന്നെ എന്താണ് തെക്ക് കിഴക്കൻ അതായത് മഹാരാഷ്ട്രയുടെ തെക്ക് കിഴക്ക് ഭാഗങ്ങളിലായിട്ടും പിന്നെ മധ്യപ്രദേശിന്റെ കിഴക്കൻ ഭാഗങ്ങളിലായിട്ടും നമ്മുടെ ഈ ചുമന്ന മണ്ണാണ് കാണപ്പെടുന്നത്. ഓക്കെ, എളുപ്പമല്ലേ? The fourth one laterite soil ആണ്. laterite soil നോക്കിയേ, laterite soil is also appears red in color due to the presence of iron oxide. അല്ലേ, അതായത് ഈ പറഞ്ഞ ലാറ്ററൈറ്റ് സോയിൽ എന്ന് പറയുന്നത് ഏകദേശം എന്താണ് ചുവന്ന നിറത്തിൽ തന്നെയാണ് കാണപ്പെടുന്നത്. അവിടെ കാണാം, കണ്ടോ, ചുവന്ന നിറത്തിലാണ് കാണപ്പെടുന്നത്. ആ ഒരു ലാറ്ററൈറ്റ് സോയിലിന് ചുവന്ന നിറം കിട്ടാനുള്ള കാരണം എന്താണ്, ദ പ്രസൻസ് ഓഫ് അയൺ ഓക്സൈഡ്, അതിൽ അടങ്ങിയിട്ടുള്ള അയൺ ഓക്സൈഡ് അല്ലെ, ആ അയൺ ഓക്സൈഡിന്റെ പ്രസൻസ് കൊണ്ടാണ് ഈ ലാറ്ററൈറ്റ് സോയിലിന് അതിനകത്ത് ചുവന്ന പോലത്തെ ഒരു നിറം വരാനായിട്ടുള്ള കാരണം. അത് നിങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്യുക. Laterite soil also appears red in color due to the presence of iron oxide. അല്ലെ, laterite soil എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ചുവന്ന നിറമാണ് ഉണ്ടാവുന്നത്. അങ്ങനെ ആ ഒരു മണ്ണിന് ചുവന്ന നിറം കിട്ടാനുള്ള കാരണം അതിലടങ്ങിയിട്ടുള്ള പ്രസൻസ് ഓഫ് എന്താണ്, due to the presence of iron oxide. അയൺ ഓക്സൈഡിന്റെ പ്രസൻസ് ആണ് laterite soilന് ചുവന്ന നിറം കിട്ടാനുള്ള കാരണം. The laterite soil is not fertile as it lacks nitrogen, phosphorus and potash. അല്ലേ, അതായത് ഈ ലാറ്ററൈറ്റ് സോയിൽ എന്ന് പറഞ്ഞാൽ ഒട്ടും ഫലപുഷ്ടി ഇല്ലാത്ത ഒരു മണ്ണാണ്. ആസ് ഇറ്റ് ലാക്സ്, കാരണം എന്താണ്, ആ മണ്ണില് ഈ പറയുന്ന നൈട്രജന്റെയും
ഫോസ്ഫറസിന്റെയും പൊട്ടാഷിന്റെയും ഒക്കെ അളവ് വളരെ കുറവാണ്. അപ്പോൾ നമ്മുടെ ഈ മണ്ണിൽ ഈ പറയുന്ന ചെറിയ ചെറിയ ധാതുക്കളും നമ്മൾ പറയുന്നില്ല ധാതുക്കളൊക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന എന്താണ് ഈ പറയുന്ന ഈ നൈട്രജന്റെയും ഫോസ്ഫറസിന്റെയും പൊട്ടാഷിന്റെയും ഒക്കെ അളവ് ഈ മണ്ണിൽ ഒരുപാട് കുറവാണ്. അതിന്റെ ഫലമായിട്ടാണ് ആ മണ്ണിൽ എന്തില്ലാത്തത്, അത്ര നല്ല ഫലപുഷ്ടി ഇല്ലാത്ത മണ്ണാണെന്ന് പറയാനുള്ള കാരണം. This kind of soil is not suitable for growing crops. ഇത്തരത്തിലുള്ള മണ്ണിനകത്ത് നമുക്ക് അങ്ങനെ ഇങ്ങനെ ഒന്നും ഒരുവിധം വിളകളൊന്നും കൃഷി ചെയ്തെടുക്കാനൊന്നും സാധിക്കത്തില്ല. However, with sufficient irrigation, this kind of soil becomes suitable for the cultivation of tea, coffee, rubber, coconut, etc. പിന്നെ നമ്മൾ എന്താണ് ഇതിൽ കൃഷി ചെയ്തെടുക്കുന്ന എന്താണ് however with sufficient irrigation of this kind of soil becomes suitable for the cultivation. അല്ലെ ചില രീതിയിലുള്ള എന്താണ് കൾട്ടിവേഷൻസ്, അതായത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് നമ്മൾ അവിടെ തന്നെ കണ്ടിട്ടില്ലേ, നിങ്ങൾ കുറെ എന്താണ് കല്ല് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കണ്ടോ, ചുടുകട്ടയൊക്കെ പോലത്തെ വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയും പിന്നെ അതുപോലെ ചില വിളകൾ എന്ത് ചെയ്യും കൃഷി ചെയ്തെടുക്കുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ടീ, തേയില, അതുപോലെ കോഫി അല്ലെ കാപ്പി കൃഷിക്ക്, റബ്ബർ കൃഷി ചെയ്യാൻ, കോക്കനട്ട് തെങ്ങ് കൃഷി ചെയ്യാനൊക്കെ നമ്മൾ എന്താണ് ഈ ഒരു മണ്ണിന് പറ്റുന്നുണ്ട്. അതല്ലാതെ നാണ്യവിളകള് അങ്ങനെയുള്ള ഇതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഈ പറയുന്ന മണ്ണിൽ കൃഷി ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. The lateral soil is found in Tamil Nadu, Andhra Pradesh, Karnataka, West Bengal, Odisha, Assam and on the Western Ghats. അല്ലെ അപ്പോൾ ഈ പറയുന്ന എന്താണ് ലാറ്ററൽ സോയിൽ പ്രധാനമായിട്ടും കണ്ടുവരുന്നത് എവിടെയൊക്കെയാണ്? തമിഴ്നാടുവിൽ കാണുന്നുണ്ട്, ആന്ധ്രാപ്രദേശ്, കർണാടക, വെസ്റ്റ് ബംഗാൾ, ഒഡീഷ, ആസാം ആൻഡ് ഓൺ വെസ്റ്റേൺ ഗാട്സ്. ഇത്രയും ഭാഗങ്ങളിലായിട്ടാണ് നമ്മുടെ ഈ ലാറ്ററൽ സോയിൽ കാണപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ പറയാം, ലാറ്ററൈറ്റ് സോയിൽ ആണ് പറഞ്ഞത്. ലാറ്ററൈറ്റ് സോയിൽ എന്ന് പറഞ്ഞാൽ ലാറ്ററൈറ്റ് സോയിൽ ഓൾസോ അപ്പിയേഴ്സ് റെഡ് ഇൻ കളർ ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് അയൺ ഓക്സൈഡ്. ലാറ്ററൈറ്റ് സോയിൽ എന്ന് പറഞ്ഞാൽ ചുവപ്പ് നിറത്തിലാണ് കാണപ്പെടുന്നത്, കാരണം അതിൽ അടങ്ങിയിട്ടുള്ള അയൺ ഓക്സൈഡിന്റെ പ്രസൻസ് ആണ്. അയൺ ഓക്സൈഡ് അടങ്ങിയിട്ടുള്ളത് കൊണ്ടാണ് ഈ ലാറ്ററൈറ്റ് സോയിൽ എന്ന് പറയുന്നത് ചുവന്ന നിറത്തിൽ കാണപ്പെടാൻ കാരണം. The laterite soil is not fertile as it lacks nitrogen, phosphorus and potassium. ലാറ്ററൈറ്റ് സോയിൽ പറഞ്ഞാൽ വളരെ ഫലപുഷ്ടിയുള്ളൊരു മണ്ണല്ല, കാരണം അതിൽ ആവശ്യത്തിന് ഫോസ്ഫറസും നൈട്രജനും അതുപോലെ തന്നെ എന്താണ് പൊട്ടാഷ്യം ഒന്നും അടങ്ങിയിട്ടില്ല. അതുകൊണ്ട് അതിന്റെ ഫലപുഷ്ടി വളരെ കുറവായിരിക്കും. പിന്നെ അവിടെ പറഞ്ഞത് ദിസ് കൈൻഡ് ഓഫ് സോയിൽ ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ ഗ്രോയിങ് ക്രോപ്സ്. അല്ലെ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ കൃഷി ചെയ്യാനൊന്നും അത്ര നല്ല മണ്ണൊന്നും അല്ല ഇത്. ഫെർട്ടൈൽ സോയിൽ അല്ലെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ പിന്നെ എന്താണ് ഒരുപാട് കാര്യങ്ങൾ കൃഷി ചെയ്യാനൊന്നും സാധിക്കില്ല. However, with the sufficient irrigation, this kind of soil becomes suitable for the cultivation of tea, coffee, rubber, coconut, etc. Then the laterite soil is found in Tamil Nadu, Andhra Pradesh, Karnataka, West Bengal, Pachima Bengal, then Odisha, Assam and Western Ghats. Okay. Then in the fifth പറയുന്നത് എന്താണ്? Mountain soil. അല്ലേ പർവ്വതമണ്ണ്, mountain soil. The mountain soil is immature and of low fertility. It is suitable for forest trees, orchid crop and plantation crops. This type of soil is found in the hilly areas of Assam, Himachal Pradesh, Uttar Pradesh and some other ranges in the northern India. Okay, ആണ് പറഞ്ഞത് the mountain soil is immature and of low fertility. അതായത് മൗണ്ടൈൻ സോയിൽ പർവ്വതമണ്ണ് എന്ന് പറയുന്നത് അത്ര നല്ല പാകമാകാത്ത അല്ലെ ഇമ്മച്യൂരിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും ആ മെച്യൂരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് ഭയങ്കര പക്വതയുള്ളത് അല്ലെ മെച്യൂരിറ്റി കുറഞ്ഞ പക്വത കുറഞ്ഞു. അപ്പൊ അവിടെ ഇമ്മച്യൂർ എന്ന് പറഞ്ഞാൽ അത്ര എന്താ പറഞ്ഞ പാകമാകാത്ത അല്ലെങ്കിൽ അത്ര നല്ല രീതിയിൽ തന്നെ ഫലപുഷ്ടി ഒന്നും ഇല്ലാത്ത പാകമാവാത്ത രീതിയിലുള്ള മണ്ണാണ് എന്തെന്ന് പറയുന്നത് ഈ മൗണ്ടൈൻ സോയിൽ എന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അതിനകത്ത് ഫെർട്ടിലിറ്റി അതിന്റെ ഫലപുഷ്ടി വളരെ കുറവായിരിക്കും. പിന്നെ ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ ഫോറസ്റ്റ് ട്രീസ്, ഓർക്കിഡ് ക്രോപ്പ് ആൻഡ് പ്ലാന്റേഷൻ ക്രോപ്സ്. അതായത് നമുക്കറിയാം പർവ്വതം കുന്നുപോലുള്ളത് ഹിമാലയൊക്കെ പോലെ അവിടെയൊക്കെ നിങ്ങൾ ടൂറിനൊക്കെ പോകുമ്പോൾ കാണല്ലോ കുന്നു പ്രദേശം, അവിടെയൊക്കെ നിങ്ങൾ കാണുമോ നെല്ലൊക്കെ കൃഷി ചെയ്യുന്ന അങ്ങനെ കണ്ടുണ്ടോ? അപ്പൊ അതായത് അവിടെ ഇങ്ങനെയുള്ള കൃഷിയൊന്നുമല്ല, അവിടെ ഒന്നുമില്ലെങ്കിലും എൻ്റെ ഫോറസ്റ്റ് ട്രീസ് കാട്ടില് വളരുന്ന മരങ്ങളോ അല്ലെങ്കിൽ തോട്ടങ്ങൾ അല്ലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ട് ഈ മൗണ്ടെയിൻ പ്ലേസസിൽ ഉണ്ടാകുന്നത്.
Then this type of soil is found in the hilly areas of Assam, Himachal Pradesh, Uttar Pradesh and some other ranges in the northern India. അതായത് മലയോര മേഖലകളായിട്ടുള്ള ആസാം, അതുപോലെ ഹിമാചൽ പ്രദേശ്, ഉത്തർപ്രദേശ് and some other ranges in the northern India. ഉത്തരേന്ത്യയിലെ മറ്റു ചില ഭാഗങ്ങൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഈ പ്രധാനമായിട്ടും മൗണ്ടൈൻ സോയിൽ പർവ്വത മണ്ണ് കാണപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് സൈഡിൽ ഒരു ഫോട്ടോ തന്നിട്ടുണ്ട് മൗണ്ടൈൻ സോയിൽ കണ്ടോ, ഇങ്ങനെ കുന്നു പോലെ മല പോലെയൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. അവിടെ നമുക്ക് ഒരുവിധം കാര്യങ്ങളൊന്നും കൃഷി ചെയ്യാനൊന്നും പറ്റില്ല. നമുക്ക് പ്രധാനമായിട്ട് ഇപ്പോൾ ഇവിടെ പറയുകയാണെങ്കിൽ ഈ ഫലപുഷ്ടി കുറഞ്ഞ മണ്ണാണെന്ന് പറഞ്ഞു ഈ മൗണ്ടൈൻ സോയിലല്ലേ. അപ്പോൾ നിങ്ങൾ ഈ നമ്മുടെ ഈ ഒരു കേരളത്തിലാണെങ്കിൽ ഇപ്പോൾ ഇടുക്കി അങ്ങോട്ടൊക്കെ ഭാഗങ്ങൾ നോക്കുമ്പോൾ കുന്നു പോലെയാണ്. അവിടെ നിങ്ങൾ കണ്ടിട്ടില്ലേ ഈ കൂടുതലും ഈ തോട്ടങ്ങളാണ്. അതായത് എന്താണ് തേയിലത്തോട്ടം, കാപ്പിത്തോട്ടം അല്ലെ, ഏലക്ക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ കൂടുതൽ കൃഷി ചെയ്യുന്നത്. തോട്ടം അല്ലെ, തോട്ടങ്ങളും പിന്നെ എന്താണ് കാടാണ് അല്ലെ, വലിയ വലിയ മരങ്ങളൊക്കെയാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ എന്തെങ്കിലും മൗണ്ടൈൻ സോയിലിൽ അല്ലെങ്കിൽ പർവ്വത ഭാഗങ്ങളിൽ കൃഷി ചെയ്ത് കണ്ടുവരുന്നത്. അവിടെ വലിയ രീതിയിൽ അതിനെ പറ്റിയിട്ടൊന്നും പറയാനായിട്ടൊന്നും ഇല്ല. പിന്നെ അടുത്തത് ഡിസേർട്ട് സോയിൽ അല്ലെ, അതായത് എന്താണ് മരുഭൂമിയിലെ മണ്ണ്. മരുഭൂമിയിലെ മണ്ണെന്ന് പറയുമ്പോഴേ നമ്മൾക്കറിയാം എന്താണ് വെള്ളത്തിന്റെ അംശം ഒട്ടും കാണില്ല അല്ലെ. നമുക്ക് എന്ത് കാര്യം കൃഷി ചെയ്യണമെങ്കിലും ആ മണ്ണിൽ ഒരു പരിധിവരെ എന്താണ് വെള്ളത്തിന്റെ അംശമൊക്കെ വേണം അല്ലെ. അല്ലെങ്കിൽ നമ്മൾ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് അറിയാം, ഇപ്പൊ നമുക്ക് ഓൾറെഡി ഇവിടെ ഇപ്പോൾ ഒരു എന്താണ് കാറ്റുണ്ടെങ്കിലും പകൽ സമയം ഭയങ്കര ചൂടാണ് അല്ലെ. എന്താണ് ചെടികളൊക്കെ ഒരുപാട് വാടിക്കറിഞ്ഞ് നിൽക്കും വൈകിട്ടാവുമ്പോഴേക്കും അല്ലെ. കാര്യം മണ്ണിനകത്ത് ആ വെള്ളത്തിന്റെ അംശം ഭയങ്കര ഡ്രൈ ആവുന്ന ഒരു സീസണാണ് അല്ലെ. അപ്പൊ നമുക്കതിൽ ആലോചിച്ച് നോക്കിയാൽ അപ്പോൾ ഒട്ടും വെള്ളത്തിന് അംശമൊന്നും ഇല്ലാത്ത മരുഭൂമി പോലുള്ള സ്ഥലങ്ങളിൽ എങ്ങനെയായിരിക്കും മണ്ണിന് ഒരു ഫലപുഷ്ടിയൊന്നും ഉണ്ടായിരിക്കത്തില്ല. അതുമല്ല അവിടെ മരങ്ങളും ഒന്നും വളരെയധികം എന്താണ് സാധാരണ സ്ഥലങ്ങളിൽ വളർന്ന പോലെ വലിയ വലിയ മരങ്ങളും ഒന്നും വളരത്തതുമില്ല. അപ്പൊ ഡിസേർട്ട് സോയിൽ നോക്കിയേ, the desert soil is infertile due to the lack of nitrogen and humus in it അല്ലെ. കാര്യം ഈ ഡെസേർട്ട് സോയിൽ എന്ന് പറഞ്ഞതും എന്താണ് ഒട്ടും ഫെർട്ടിലിറ്റി ഇല്ലാത്ത ഫലപുഷ്ടി ഇല്ലാത്ത മണ്ണാണ്. കാരണം ആ മണ്ണിൽ ആവശ്യത്തിന് നൈട്രജനും അതുപോലെ ഹ്യൂമസ്, നമ്മൾ ഹ്യൂമസ് ആദ്യമേ പറഞ്ഞു അല്ലെ, എന്താണ് ആനിമൽസ്, ഡെഡ് ആനിമൽസ് അല്ലെ, ചത്തുപോയിട്ടുള്ള മരിച്ചുപോയിട്ടുള്ള ജീവജാലങ്ങളും അതുപോലെ പ്ലാന്റ്സിൻ്റെയും ഒക്കെ അവശിഷ്ടങ്ങൾ മണ്ണിൽ കിടന്ന് വർഷങ്ങൾ കഴിഞ്ഞ് അത് ജീർണിച്ച് എന്ത് ചെയ്യും മണ്ണിനകത്ത് ചേരും. അതാണ് മണ്ണിന്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കാനുള്ളൊരു മെയിൻ ആയിട്ടുള്ളൊരു കാരണം. അതാണ് ഹ്യൂമസ് എന്ന് പറയുന്നത് പറഞ്ഞത്. അപ്പൊ ഈ ഒരു ഡെസേർട്ട് സോയിൽ മരുഭൂമിയിലെ മണ്ണിൽ ഈ പറഞ്ഞ ഹ്യൂമസും അതുപോലെ നൈട്രജന്റെ അളവും ഒക്കെ എന്താണ് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് ആ മണ്ണിന്റെ ഫലപുഷ്ടിയും എന്തായിരിക്കും എന്താണ് വളരെ കുറവാണ്. ബൈ പ്രോപ്പർ ഇറിഗേഷൻ the soil can be used to grow crops like wheat, date, fruit and cotton. അല്ലെ, ശരിയായിട്ടുള്ള അതായത് കൃത്യമായിട്ടുള്ള വെള്ളം കൊണ്ട് കൃഷി, വെള്ളം അതായത് എന്താണ് ഇപ്പൊ കനാലിലൂടെയോ അല്ലെങ്കിൽ എന്താണ് പുറത്തുനിന്ന് എന്താണ് വെള്ളം കൊണ്ടുവന്ന് ഒഴിക്കുകയൊക്കെ ചെയ്ത് കറക്റ്റ് രാവിലെയും വൈകിട്ടും അല്ലെങ്കിൽ ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ 3 നേരമൊക്കെ വെള്ളം കറക്റ്റ് കൊണ്ടുവന്ന് ഒഴിച്ച് കൃഷി ചെയ്ത് എടുക്കുന്ന കുറച്ച് വിളകളുണ്ട്. ഏതൊക്കെയാണ്? വീറ്റ്, ഗോതമ്പ്, അതുപോലെ ഡേറ്റ്സ്. ഡേറ്റ്സ് എന്ന് പറഞ്ഞാൽ അറിയാമോ, നമ്മുടെ എന്താ ഇത് നമ്മുടെ ഈന്തപ്പഴം അല്ലെ, ഈന്തപ്പഴം, അതുപോലെ ഫ്രൂട്ട്സ്, ചില ഫ്രൂട്ട്സ് ആൻഡ് കോട്ടൺ, പരുത്തി, ഇവയൊക്കെ എന്ത് ചെയ്യും ശരിയായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്ത് അതിൻ്റെ കൂടെ നിന്ന് നമ്മൾ വളർത്തിയെടുക്കുന്നതല്ല. അതുപോലെ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും കൃത്യമായിട്ട് വെള്ളം മുടങ്ങാതെ എല്ലാ ദിവസവും ഒഴിച്ചു കൊടുത്ത് ഈ പറയുന്ന രീതിയിലുള്ള ചില ക്രോപ്സ് എന്തെങ്കിലും ഈ ഡിസേർട്ട് സോയിൽ കൃഷി ചെയ്ത് എടുക്കും. ഏതൊക്കെയാണ്? വീറ്റ്, ഡേറ്റ്സ്, ഫ്രൂട്ട് ആൻഡ് കോട്ടൺ. ഓക്കെ, അതാണ് ഡിസേർട്ട് സോയിലിനെ പറ്റിയിട്ട് പറയുന്നത്. ഡിസേർട്ട് സോയിൽ ഈസ് ഇൻഫെർട്ടൈൽ ഡ്യൂ ടു ദ ലാക്ക് ഓഫ് നൈട്രജൻ ആൻഡ് ഹ്യൂമസ് ഇൻ ഇറ്റ് അല്ലെ. അതായത് ഡിസേർട്ട് സോയിൽ എന്ന് പറഞ്ഞാൽ ഫെർട്ടൈൽ ഫലപുഷ്ടി ഇല്ലാത്ത മണ്ണാണ്. കാരണം അതിൽ ആവശ്യത്തിന് നൈട്രജന്റെയും അതുപോലെ ഹ്യൂമസിന്റെ ഒക്കെ അളവ് വളരെ കുറവാണ്. പിന്നെ ബൈ പ്രോപ്പർ ഇറിഗേഷൻ ദ സോയിൽ ക്യാൻ ബി യൂസ്ഡ് ടു ഗ്രോ ക്രോപ്സ് ലൈക്ക് വീറ്റ്, ഡേറ്റ്, ഫ്രൂട്ട് ആൻഡ് കോട്ടൺ അല്ലെ. കറക്റ്റ് ശരിയായ രീതിയിൽ എന്നും വെള്ളം ഒഴിച്ചു കൊടുത്ത് കൃഷി ചെയ്തെടുക്കുന്ന ചില വിളകളാണ് അവിടെ ഉള്ളത്. അത് വീറ്റ്, ഗോതമ്പ്, ഡേറ്റ്സ്, ഈന്തപ്പഴം, അതുപോലെ ഫ്രൂട്ട്സ്, പിന്നെ അതുപോലെ കോട്ടൺ, ഇവയൊക്കെയാണ് അവിടെ അങ്ങനെ കൃഷി ചെയ്തെടുക്കുന്ന ചില വിളകൾ. This kind of soil is found in Rajasthan and in parts of Punjab and Haryana. ഈ പറയുന്ന രീതിയിലുള്ള മണൽ മണ്ണ് അല്ലെ ഡിസേർട്ട് സോയിൽ പ്രധാനമായിട്ടും നമ്മുടെ ഇന്ത്യയിൽ കാണുന്നത് രാജസ്ഥാൻ, അതുപോലെ പഞ്ചാബിലെ ചില ഭാഗങ്ങൾ, അതുപോലെ ഹരിയാന, ഇത്രയും സ്ഥലത്താണ് ഈ പറഞ്ഞ ഡിസേർട്ട് സോയിൽ മണൽ മണ്ണ് കൂടുതൽ കാണപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ടൈപ്സ് ഓഫ് സോയിൽ ആണ് പറഞ്ഞത്.
6 types of soil ആണുള്ളത്. alluvial soil, black soil, then red soil, laterite soil, mountain soil, desert soil. Okay, അപ്പോൾ മനസ്സിലായോ? വളരെ എളുപ്പമാണ്, വായിച്ചാൽ തന്നെ മനസ്സിലാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. വളരെ എളുപ്പമാണ്. ഓൾറെഡി നിങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിൽ എന്തായാലും ഒന്ന് ജസ്റ്റ് പേരൊക്കെ എന്തായാലും കേട്ടിട്ടുണ്ടായിരിക്കും. നിങ്ങൾ ആ 255 ഒന്ന് എടുത്തേ. അവിടെ നിങ്ങൾ ആ ബ്ലാക്ക് സോയിലിനകത്ത് കണ്ടോ, റിമെമ്പർ എന്നും പറഞ്ഞൊരു ബോക്സ് ഉണ്ടോ? ഒരു ബോക്സ് നോക്കി. ദ ഓൾഡസ്റ്റ് അലൂവിയം ഈസ് കോൾഡ് ഫംഗർ ആൻഡ് ദ യങ്ങർ അലൂവിയം ഈസ് കോൾഡ് ഖാദർ. അല്ലെ, ഏറ്റവും പഴയ എന്താണ് അലൂവിയം സോയിലിനെ നമ്മൾ അറിഞ്ഞ ഫംഗർ എന്നും, യങ്ങർ പുതിയ അലൂവിയത്തിനെ നമ്മൾ അറിയപ്പെടുന്നത് ഖാദർ എന്നും ആണ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് പഠിക്കാം. The oldest alluvium is called Fungar and younger alluvium is called Khadar. Okay, അതൊന്ന് ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്തൊന്ന് പഠിക്കാം കേട്ടോ. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ് തൽക്കാലം ഇത്രയും പഠിച്ചു നിർത്താം. അപ്പം ഇത്രയും പഠിച്ചതിൽ നിന്നും നിങ്ങൾക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഉണ്ടെങ്കിൽ, അതായത് വാട്ട് ഈസ് സോയിൽ, ഹൗ ഈസ് ഇറ്റ് ഫോംഡ് എന്ന ഫസ്റ്റ് ക്വസ്റ്റ്യനും, then name the types of soil found in India, name at least 2 crops grown in each soil, a question. Then why is the black soil called black cotton soil? ഈ ആദ്യത്തെ 3 ക്വസ്റ്റ്യന്റെ ആൻസേഴ്സ് ഈ വീഡിയോയുടെ പരീക്ഷ തരും. അത് നിങ്ങൾ നോക്കി നോട്ട്ബുക്കിനകത്തോട്ട് എഴുതിയെടുത്ത് നിങ്ങൾ പഠിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക, അണ്ടർലൈൻ ചെയ്ത കാര്യങ്ങൾ, റിമെമ്പറിനകത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, പഠിക്കാം. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ടീച്ചറിനോട് ചോദിക്കാം. ഓക്കെ, then thank you. Good morning dear students. Good morning. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഓക്കെ, എക്സാം ഒക്കെ എല്ലാവർക്കും എളുപ്പമായിരുന്നോ? എല്ലാവരും നല്ലപോലെ എഴുതിയോ എക്സാം? ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നൊരു പുതിയ ചാപ്റ്റർ പഠിക്കാം. കമ്പ്യൂട്ടറിലെ പുതിയൊരു ചാപ്റ്റർ പഠിക്കാം. ചാപ്റ്റർ 9, ഇൻട്രൊഡക്ഷൻ ടു ഇന്റർനെറ്റ്. ഓക്കെ, എന്താണ് ഇൻട്രൊഡക്ഷൻ ടു ഇന്റർനെറ്റ്? എല്ലാവരും ടെക്സ്റ്റ് നോട്ട്ബുക്ക് ഒക്കെ എടുത്തോ? ടെക്സ്റ്റിലെ പേജ് നമ്പർ 80. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ടീച്ചർ വായിക്കാൻ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ഓക്കെ, ഫസ്റ്റ് നോക്കിക്കേ, ഇൻട്രൊഡക്ഷൻ. In this digital world, the use of internet is growing at a rapid rate. അപ്പോൾ നമുക്കറിയാം ഇന്നത്തെ എന്താണ് ഡിജിറ്റൽ യുഗമാണല്ലേ. എല്ലാ കുഞ്ഞു കുട്ടികളുടെ കൈകാര്യം എന്താണ്, സ്വന്തമായിട്ട് ഫോണും ലാപ്പും ഒക്കെ ഉള്ള ഒരു ഡിജിറ്റൽ കാലഘട്ടമാണ് ഇന്നത്തേത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ഡിജിറ്റൽ വേൾഡിൽ ഇന്റർനെറ്റിന്റെ ആ ഒരു എന്താണ് യൂസ് എന്ന് പറയുന്നത് വളരെ വലിയ രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഇന്റർനെറ്റിന്റെ ഉപയോഗം എവിടെ നോക്കിയാലും ഇന്റർനെറ്റ് ആണ്, ഏത് മേഖലയിൽ നോക്കിയാലും ഇന്റർനെറ്റ് ആണ് അല്ലേ. അപ്പൊ ഇന്റർനെറ്റിന്റെ ഉപയോഗം ഈ ഒരു ഡിജിറ്റൽ വേൾഡിൽ എന്താണ് വളരെയധികം ഇങ്ങനെ അതിവേഗം വളർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്റർനെറ്റ് ഹാസ് ബീൻ ദ മോസ്റ്റ് യൂസ്ഫുൾ ടെക്നോളജി ഓഫ് ദ മോഡേൺ ടൈംസ് which supports not only our personal life but also our professional life. ഇപ്പൊ എന്താണ് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ മാത്രമല്ല നമ്മുടെ പ്രൊഫഷണൽ ജീവിതത്തെയും പിന്തുണയ്ക്കുന്ന നമ്മുടെ ആധുനിക കാലത്തെ ഏറ്റവും പ്രധാന അല്ലെങ്കിൽ ഉപയോഗപ്രദമായിട്ടുള്ള ഒരു സാങ്കേതിക വിദ്യയാണ് ഇന്റർനെറ്റ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഇന്റർനെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഇന്നത്തെ ഈ ആധുനിക ലോകത്തില് നമ്മുടെ എന്താ വ്യക്തി ജീവിതത്തെ മാത്രമല്ല നമുക്ക് എന്താ നമ്മുടെ പ്രൊഫഷണൽ ജീവിതത്തെയും ഏറ്റവും കൂടുതൽ ഉപയോഗപ്രദമായിട്ടുള്ള ഒരു സാങ്കേതിക വിദ്യയാണ് ഇന്റർനെറ്റ്. ഇപ്പൊ എന്താ ടീച്ചർ പറഞ്ഞത്, നമ്മുടെ ഇന്നത്തെ ഒരു ഡിജിറ്റൽ വേൾഡില് ഇന്റർനെറ്റിന്റെ യൂസ് എന്ന് പറയുന്നത് വളരെയധികം അതിവേഗം വളർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പേഴ്സണൽ ലൈഫിൽ മാത്രമല്ല നമ്മുടെ പ്രൊഫഷണൽ ലൈഫിൽ ഏറ്റവും ഉപയോഗപ്രദമായിട്ടുള്ള ഒരു സാങ്കേതിക വിദ്യയാണ് internet. In this digital world, the use of internet is growing at a rapid rate. Internet has been the most useful technology of the modern times, which supports not only our personal life but also our professional life. Okay, internet is available 24
24/7 ഫോർ യൂസേജ്. അപ്പൊ ഇന്റർനെറ്റിന്റെ നമുക്ക് എപ്പോഴും 24/7 അത്രയും സമയം നമുക്ക് എന്താണ് ഇന്റർനെറ്റിന്റെ ഉപയോഗം നമുക്ക് എല്ലായ്പ്പോഴും കിട്ടുന്നുണ്ട്. ഇറ്റ് പ്ലേ എ വൈറ്റൽ റോൾ ഇൻ ഡേ ടു ഡേ ആക്ടിവിറ്റീസ്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്ക് ആര് വഹിക്കുന്നുണ്ട്? നമ്മുടെ ഇന്റർനെറ്റ് വഹിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്താണ് ഇന്റർനെറ്റ് എന്ന് നോക്കാൻ പോവാണ്. ഫസ്റ്റ് നോക്കിക്കേ, ഇറ്റ് ഈസ് എ നെറ്റ്വർക്ക് ഓഫ് നെറ്റ്വർക്ക്. ഇന്റർനെറ്റ് എന്ന് വെച്ചാൽ എന്താണ്? നെറ്റ്വർക്കുകളുടെ ഒരു ശൃംഖല, അതാണ് ഇന്റർനെറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ നെറ്റ്വർക്ക് ഓഫ് നെറ്റ്വർക്ക്. എന്താണ്? നെറ്റ്വർക്കുകളുടെ ഒരു ശൃംഖലയാണ് നമ്മുടെ ഇന്റർനെറ്റ് എന്ന് പറയുന്നത്. അടുത്ത പോയിന്റ് കണ്ടോ, ദ ഇന്റർനെറ്റ് ക്യാരി ആൻ എക്സ്റ്റെൻസീവ് റേഞ്ച് ഓഫ് ഇൻഫർമേഷൻ, റിസോഴ്സസ് ആൻഡ് സർവീസസ്. അപ്പൊ ഇന്റർനെറ്റിൽ എന്താണുള്ളത്? ഇന്റർനെറ്റ് ക്യാരി ചെയ്യാൻ എക്സ്റ്റെൻസീവ് റേഞ്ച് ഓഫ് ഇൻഫർമേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഇന്റർനെറ്റ് നമ്മുടെ വിവര വിഭവങ്ങൾ, അതായത് ഇൻഫർമേഷൻ റിസോഴ്സസ്, അതുപോലെ തന്നെ സേവനങ്ങളുടെയും വിപുലമായ ഒരു ശ്രേണി ആർക്കുണ്ട്? നമ്മുടെ ഈ ഒരു ഇന്റർനെറ്റിനുണ്ട്. അതായത് എന്താ? ഇൻഫർമേഷൻ റിസോഴ്സസിന്റെയും വിവരങ്ങളുടെ ആ ഒരു ഉറവിടങ്ങൾ, അല്ലെങ്കിൽ ആ വിവരങ്ങളുടെ ആ വിഭവങ്ങളുടെയും അതുപോലെ തന്നെ നമ്മുടെ സർവീസ് സേവനങ്ങൾ എന്താണ്? നമ്മുടെ ഇന്റർനെറ്റിൽ വിപുലമായ ഒരു ശ്രേണിയാണ് ഇന്റർനെറ്റിൽ ഉള്ളത്. ഓക്കെ, അടുത്തത്, ദ ഇന്റർനെറ്റ് ലിങ്ക്സ് ആർ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഓൾ ഓവർ ദ വേൾഡ് സോ ദാറ്റ് ദ യൂസേഴ്സ് ക്യാൻ ഷെയർ റിസോഴ്സ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഈച്ച് അതർ. ഇപ്പൊ ഇന്റർനെറ്റ് നമ്മൾ ആദ്യമേ പറഞ്ഞു, ഇന്റർനെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നെറ്റ്വർക്ക് ഓഫ് നെറ്റ്വർക്ക് ആണ്, ഇല്ലേ? നെറ്റ്വർക്കുകളുടെ ശൃംഖലയാണ്. അപ്പൊ അത് ലോകത്തിലുള്ള എല്ലാ കമ്പ്യൂട്ടറിനെയും കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനെയും പരസ്പരം ലിങ്ക് ചെയ്യിക്കുന്നുണ്ട് ഇന്റർനെറ്റ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് എന്താണ്? റിസോഴ്സസ് പരസ്പരം ഷെയർ ചെയ്യാം. എവിടെ ഇരുന്ന് വേണമെങ്കിലും, ലോകത്തിന്റെ ഏത് ഭാഗത്ത് ഇരുന്ന് വേണമെങ്കിലും നമുക്ക് റിസോഴ്സസ് പരസ്പരം ഷെയർ ചെയ്യാം, അല്ലെ? ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യാം. അതുപോലെ പരസ്പരം എന്താണ്? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും സാധിക്കും. അപ്പൊ ഇന്റർനെറ്റ് എന്ത് ചെയ്യുന്നു? The internet links are computer network. ഇന്റർനെറ്റ് ലോകത്തിലെ എല്ലാ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനെയും പരസ്പരം ബന്ധിപ്പിക്കുന്നു. അതുവഴി നമുക്ക് എന്താണ്? ഇൻഫർമേഷൻസും റിസോഴ്സസും ഷെയർ ചെയ്യാനും സാധിക്കുന്നു, പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും സാധിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് ഈസ് എ ഗ്ലോബൽ നെറ്റ്വർക്ക് ദാറ്റ് കണക്ടിങ് മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഡിവൈസസ്. അപ്പൊ എന്താണ് ഇതെന്ന് വെച്ചാൽ? ആഗോള ശൃംഖലയാണ്, അല്ലേ? നെറ്റ്വർക്ക് എന്ന് വെച്ചാൽ എന്താണ്? അല്ലെങ്കിൽ ഇന്റർനെറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു ആഗോള ശൃംഖലയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ദശലക്ഷക്കണക്കിന് എന്താണ്? കമ്പ്യൂട്ടേഴ്സിനെയും ഉപകരണങ്ങളെല്ലാം ഇത് പരസ്പരം ബന്ധിപ്പിക്കുന്നു. എന്താണ്? നമ്മുടെ ഇന്റർനെറ്റ് എന്ന് പറഞ്ഞാല് ഒരു ആഗോള ശൃംഖലയാണ്. അതുകൊണ്ട് തന്നെ അത് ദശലക്ഷക്കണക്കിന് കമ്പ്യൂട്ടറുകളെയും ഉപകരണങ്ങളെയും പരസ്പരം ബന്ധിപ്പിക്കുന്നു. More than 100 countries are linked into exchange of data, news and opinions. അപ്പോൾ എന്താണ്? 100-ലധികം രാജ്യങ്ങൾക്ക് എന്ത് ചെയ്യാം? അവരുടെ ഡേറ്റയും ഒപ്പീനിയനും അതുപോലെ തന്നെ ന്യൂസും ഒക്കെ പരസ്പരം ഷെയർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. Every computer connected to the internet is identified by a unique IP addresses, whereas IP addresses is a unique set of numbers such as 110.22.33.114. ഇപ്പൊ എന്താണ്? നമ്മുടെ ഈ ഒരു ഇന്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന എല്ലാ കമ്പ്യൂട്ടറിനും എന്തുണ്ടായിരിക്കും? ഒരു IP അഡ്രസ് ഉണ്ടായിരിക്കും. നമ്മുടെ ഇന്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന എല്ലാ കമ്പ്യൂട്ടറിനും എന്തായിരിക്കും? ഓരോ കമ്പ്യൂട്ടറിനും ഓരോ IP അഡ്രസ് ഉണ്ടായിരിക്കും. അപ്പൊ അതെങ്ങനെയായിരിക്കും? such as 110.22.33.114. അപ്പൊ ഈ ഒരു രീതിയിലൊക്കെ ആയിരിക്കും IP അഡ്രസ് കൊടുത്തേക്കുന്നത്. വിച്ച് ഐഡന്റിഫൈ എ കമ്പ്യൂട്ടേഴ്സ് ലൊക്കേഷൻ. അപ്പൊ ആ ഓരോ കമ്പ്യൂട്ടറിന്റെയും IP അഡ്രസ് വെച്ചിട്ട് ആ കമ്പ്യൂട്ടറിന്റെ ലൊക്കേഷൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ഇന്റർനെറ്റുമായിട്ട് ബന്ധിപ്പിച്ചേക്കുന്ന എല്ലാ എന്താണ് നമ്മുടെ കമ്പ്യൂട്ടേഴ്സിനും ഓരോ IP അഡ്രസ് ഉണ്ടായിരിക്കും. അപ്പൊ ആ IP അഡ്രസ് വെച്ച് നമുക്ക് മനസ്സിലാക്കാം ആ കമ്പ്യൂട്ടറിന്റെ ലൊക്കേഷൻ എവിടാണെന്ന്. നമ്മൾ എന്തോ പറഞ്ഞ ഇന്റർനെറ്റ് എന്താണെന്നാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്റർനെറ്റ് എന്ന് വെച്ചാൽ എന്താണെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ നെറ്റ്വർക്ക് ഓഫ് നെറ്റ്വർക്ക്, ഇല്ലേ? നെറ്റ്വർക്കുകളുടെ ശൃംഖലയാണ് നമ്മൾ ഇന്റർനെറ്റ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു? ഇന്റർനെറ്റ് എന്താ? എക്സ്റ്റെൻസീവ് റേഞ്ച് ഓഫ് ഇൻഫർമേഷൻ റിസോഴ്സസും സർവീസസും ഒക്കെ വഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എന്താണ്? ഇന്റർനെറ്റ് നമ്മുടെ എല്ലാ കമ്പ്യൂട്ടറിനെയും, ഇല്ലേ, ലോകത്തിലെ എവിടെ ഇരിക്കുന്ന കമ്പ്യൂട്ടറിനെയും തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുന്നു. അതുവഴി ആളുകൾക്ക് റിസോഴ്സസ് കൈമാറാനും പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും സാധിക്കും എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ എന്തോ പറഞ്ഞത്? മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ്, ഇതൊരു ഗ്ലോബൽ ശൃംഖലയാണ്. അതുകൊണ്ട് തന്നെ ഇത് മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് കമ്പ്യൂട്ടറിനെയും ഡിവൈസസിനെയും എല്ലാം പരസ്പരം കണക്ട് ചെയ്യുന്നു. പിന്നെ എന്താ നമ്മൾ പറഞ്ഞത്? ഇല്ലേ, 100-ലധികം
പോലും അവരുടെ ഡേറ്റയും ഒപ്പീനിയനും ന്യൂസും ഒക്കെ പരസ്പരം ഷെയർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പിന്നെ എല്ലാ കമ്പ്യൂട്ടർ ഇന്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന എല്ലാ കമ്പ്യൂട്ടറിനും ഒരു IP അഡ്രസ് ഉണ്ടായിരിക്കും. അപ്പൊ ആ IP അഡ്രസ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും നമുക്ക് കമ്പ്യൂട്ടറിന്റെ ലൊക്കേഷൻ എവിടെയാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? ആദ്യം നമ്മൾ ഇന്റർനെറ്റിനെ കുറിച്ച് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു, പിന്നെ നമ്മൾ ഇന്റർനെറ്റ് എന്താന്ന് പഠിച്ചു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ? ഇനി നമ്മൾ അടുത്ത് നോക്കുന്നത് ലിസ്റ്റ് ഓഫ് സം കോമൺ യൂസസ് ഓഫ് ഇന്റർനെറ്റ്. ഇന്റർനെറ്റിന്റെ കുറച്ച് കോമൺ യൂസസ് ഇല്ലേ, ഉപയോഗങ്ങൾ നമ്മൾ എന്തൊക്കെയാണ് നോക്കാം. അപ്പൊ അതിൽ ആദ്യം പറയുന്നത് ഇമെയിൽ. എന്താണ് ആദ്യം പറയുന്നത്? ഇമെയിൽ. അപ്പൊ ഇന്റർനെറ്റിന്റെ കുറച്ച് കോമൺ യൂസസ് ആണ് നമ്മൾ പറയുന്നത്. അതിൽ ആദ്യത്തേതാണ് ഇമെയിൽ. നമുക്ക് ഇമെയിൽ എന്താന്ന് നോക്കാം. We can transfer the data within a few seconds to a person who is living in the other part of the globe through internet. അപ്പോൾ എന്താണ്? ലോകത്തിന്റെ മറുഭാഗത്ത് താമസിക്കുന്ന ഒരു വ്യക്തിക്ക് പോലും നമുക്ക് few seconds കൊണ്ട് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ നമുക്ക് ഇന്റർനെറ്റ് വഴി സാധിക്കുന്നു. There are adequate messenger services and email services available for free of cost. അപ്പോൾ നമുക്ക് എന്താണ് ചെലവ് ഇല്ലാതെ തന്നെ ഫ്രീ ആയിട്ട് തന്നെ അല്ലേ, ഫ്രീ ഓഫ് കോസ്റ്റിൽ നമുക്ക് എന്ത് ചെയ്യാം? മെസ്സഞ്ചർ സർവീസും ഇമെയിൽ സർവീസും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് ഫ്രീ ഓഫ് കോസ്റ്റിൽ അല്ലേ. കോസ്റ്റ് ഒന്നും കൂടാതെ തന്നെ നമുക്ക് അതെല്ലാം പ്രയോജനപ്പെടുത്താം. Some of the famous email providers are Gmail, Soho Mail, Yahoo Mail, etc. അപ്പൊ എന്തോ പറഞ്ഞത്? നമ്മുടെ പ്രധാനപ്പെട്ട ചില ഇമെയിൽ ദാതാക്കൾ അല്ലേ, ദാതാക്കളിൽ ചിലതാണ് അല്ലെങ്കിൽ പ്രശസ്തമായ ചില ഇമെയിൽ ദാതാക്കളാണ് ജിമെയിൽ, സോഹോ മെയിൽ, യാഹൂ മെയിൽ, എക്സെട്ര. ഓക്കെ, നമ്മൾ ആദ്യം എന്താ പറഞ്ഞത്? യൂസസ് ഓഫ് ഇന്റർനെറ്റ്, കോമൺ യൂസസ് ഓഫ് ഇന്റർനെറ്റിന്റെ ഫസ്റ്റ് ആണ് ഇമെയിൽ. ഇപ്പൊ ഇമെയിൽ വഴി ഇന്റർനെറ്റ് വഴി നമുക്ക് എങ്ങനെയാണ് പെട്ടെന്ന് വിവരങ്ങൾ കൈമാറാൻ സാധിക്കുന്നത്? അതായത് നമ്മൾ ഇമെയിൽ വഴി എന്ത് ചെയ്യുന്നുണ്ട്? ഡേറ്റകൾ പരസ്പരം ഷെയർ ചെയ്യുന്നു, റിസോഴ്സസ് ഷെയർ ചെയ്യുന്നു. ഈ കാര്യങ്ങൾ നമുക്ക് ഇമെയിൽ വഴി സാധിക്കും. അപ്പൊ അതെങ്ങനെയാണ്? We can transfer the data in a few seconds to a person who is living in the other part of the globe through internet. അപ്പൊ ഇന്റർനെറ്റ് വഴി നമുക്ക് ലോകത്തിന്റെ മറുഭാഗത്തിരിക്കുന്ന താമസിക്കുന്ന ഒരു വ്യക്തിക്ക് പോലും നമുക്ക് ഫ്യൂ സെക്കൻഡ്സോടെ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. അത് എന്തിന്റെ സഹായത്തോടു കൂടിയാണ്? ഇന്റർനെറ്റിന്റെ സഹായത്തോടു കൂടി. ഓക്കെ, അടുത്ത നെക്സ്റ്റ് നമ്മുടെ ഇന്റർനെറ്റിന്റെ ഒരു പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് ആണ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഈ പ്രധാനപ്പെട്ട യൂസസ് ആണ് ഇൻഫർമേഷൻ. എന്താണ് ഇൻഫർമേഷൻ? One of the biggest advantage of internet is offering information. അപ്പൊ ഇന്റർനെറ്റിന്റെ ഏറ്റവും വലിയ നേട്ടങ്ങൾ ഒന്നാണ് എന്ത്? വിവരങ്ങൾ നൽകുന്നു എന്നതാണ് നമ്മുടെ ഇന്റർനെറ്റിന്റെ ഏറ്റവും വലിയ നേട്ടങ്ങൾ, അഡ്വാൻറ്റേജിൽ ഒന്ന്. The internet and the world wide web have made it flexible for anyone to access data. അപ്പൊ നമുക്ക് എന്താണ് നമ്മുടെ ഇന്റർനെറ്റ് വഴിയും അതുപോലെ തന്നെ വേൾഡ് വൈഡ് വെബിലൂടെയൊക്കെ ആർക്കും പെട്ടെന്ന് ഡേറ്റ ആക്സസ് ചെയ്യാൻ സൗകര്യമുണ്ടാവും അല്ലേ. എല്ലാവർക്കും ഡേറ്റകൾ പെട്ടെന്ന് കിട്ടത്തക്ക രീതിയിൽ എവിടെ സൗകര്യമുണ്ട്? നമ്മുടെ ഇന്റർനെറ്റിലായാലും വേൾഡ് വൈഡ് വെബിലായാലും നമുക്ക് സൗകര്യമുണ്ട്. All information is readily available at any time and anywhere on the internet. നമുക്ക് എല്ലാ ഇൻഫർമേഷനിലും ഇന്റർനെറ്റിൽ ഏത് സമയത്തും ഇല്ല, എവിടെ ഇരുന്നാലും ഏത് സമയത്തായാലും എല്ലാ വിവരങ്ങളും നമുക്ക് ഇന്റർനെറ്റിൽ ലഭ്യമായിരിക്കും. അതിന് ഇന്ന സമയമോ ഒന്നുമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞു 24/7 എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഇന്റർനെറ്റ് യൂസ് ചെയ്യാം. അപ്പൊ ഇന്റർനെറ്റിലെ എല്ലാ വിവരങ്ങളും ഏത് സ്ഥലത്തായാലും ഏത് സമയത്തായാലും നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പൊ ഇന്റർനെറ്റിന്റെ രണ്ടാമത്തെ യൂസസ് എന്താണ്? ഇൻഫർമേഷൻ. ഓക്കെ, വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് അഡ്വാൻറ്റേജ് ഓഫ് ഇന്റർനെറ്റ് ഈസ് ഓഫറിംഗ് ഇൻഫർമേഷൻ. വിവരങ്ങൾ നൽകുക എന്നതാണ് ഇന്റർനെറ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജിൽ ഒന്ന്. പിന്നെ നമ്മൾ എന്താ പറയുന്നത്? ഇന്റർനെറ്റ് വഴിയും വേൾഡ് വൈഡ് വെബ് വഴിയും ആളുകൾക്ക് എവിടെ ഡേറ്റ ആക്സസ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. അപ്പൊ ഇന്റർനെറ്റ് നമുക്ക് ഏത് സമയത്തും ഏത് സ്ഥലത്തിരുന്നും ഇന്റർനെറ്റ് വഴി നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. ക്ലിയർ ആയോ? അടുത്ത ഇന്റർനെറ്റിന്റെ ഒരു യൂസ് ആണ് ബിസിനസ്. എന്താണ് ബിസിനസ്? ഇനി ബിസിനസ്സിൽ എങ്ങനെ ഇന്റർനെറ്റ് പ്രയോജനപ്പെടുത്താം നോക്കിക്കേ. ബിസിനസ് ഹാവ് ബിക്കം മോർ സക്സസ്ഫുൾ വിത്ത് ദ സപ്പോർട്ട് ഓഫ് ദ ഇന്റർനെറ്റ്. അപ്പൊ ഇന്റർനെറ്റിന്റെ പിന്തുണയോടുകൂടി എന്താണ് ബിസിനസ്സുകൾ കൂടുതൽ വിജയിച്ചു അല്ലേ. ബിസിനസ് ഹാവ് ബിക്കം മോർ സക്സസ്ഫുൾ വിത്ത് ദ സപ്പോർട്ട് ഓഫ് ദ ഇന്റർനെറ്റ്. അപ്പൊ ഇന്റർനെറ്റിന്റെ സപ്പോർട്ടോടുകൂടി ബിസിനസ്സുകൾ നല്ല രീതിയിൽ വിജയിച്ചു. It interconnects both buyers and sellers with each other and also
പ്രോഡക്റ്റ് ത്രൂ ഇ-കൊമേഴ്സ് വെബ്സൈറ്റ്. അപ്പൊ എന്താണ് ഇപ്പൊ ആളുകൾ എന്ത് ചെയ്യുന്നു? അതായത് വാങ്ങുന്നവരെയും വിൽക്കുന്നവരെയും തമ്മിൽ പരസ്പരം ബന്ധിപ്പിച്ചു ഈ ഇന്റർനെറ്റ് ഇല്ലേ, ബന്ധിപ്പിക്കുകയും അതുപോലെ ഇ-കൊമേഴ്സ് വെബ്സൈറ്റുകളിലൂടെ ഈ എല്ലാ ബിസിനസ്സുകാർ എന്ത് ചെയ്യുന്നു? അവരുടെ ഉൽപ്പന്നങ്ങൾ പരസ്യപ്പെടുത്തുകയും ചെയ്യുന്നു. അപ്പം ബയേഴ്സിനെയും സെല്ലേഴ്സിനെയും ഇന്റർനെറ്റ് പരസ്പരം ബന്ധിപ്പിക്കുകയും അതുപോലെ തന്നെ ഇ-കൊമേഴ്സ് എന്ന് പറയുന്ന വെബ്സൈറ്റിലൂടെ എന്ത് ചെയ്യുന്നു? ഓരോ ബിസിനസ്സുകാരെ അവരുടെ പ്രോഡക്റ്റിനെ പരസ്യപ്പെടുത്തുകയും വിൽക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ബിസിനസ് നമ്മുടെ ഇന്റർനെറ്റിന്റെ പിന്തുണയോടുകൂടി ബിസിനസ് വലിയ വിജയം കൈവരിച്ചു. അതുപോലെ തന്നെ ഇന്റർനെറ്റ് എന്ത് ചെയ്യുന്നു? ആളുകളെ തമ്മിൽ ബയേഴ്സിനെയും സെല്ലേഴ്സിനെയും തമ്മിൽ ഇന്റർനെറ്റ് കണക്ട് ചെയ്യിപ്പിക്കുകയും ഇ-കൊമേഴ്സ് എന്ന് പറയുന്ന വെബ്സൈറ്റിലൂടെ ഓരോ കമ്പനീസ് അവരുടെ പ്രോഡക്റ്റ് അഡ്വർടൈസ് ചെയ്യുകയും അത് വിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. At present, most of the people are using online market site to purchase, sell or advertise their goods or services. ഇന്ന് നമ്മുടെ ഈ ഒരു കാലത്ത് നമുക്ക് അറിയാം, എല്ലാം നമ്മൾ ഓൺലൈൻ ഷോപ്പിംഗ് ആണല്ലേ. വീട്ടിലിരുന്ന് ഒന്ന് വിളിച്ചു പറഞ്ഞാൽ മതി, നമുക്ക് അപ്പം വീട്ടിൽ സാധനങ്ങൾ വരും. അതുപോലെ തന്നെ നമ്മൾ ഓൺലൈൻ വഴിയാണ് ഇപ്പൊ ബാങ്കിങ് ആയാലും എല്ലാം നമ്മൾ ഓൺലൈൻ വഴിയാണ് നടത്തുന്നത് അല്ലേ. അപ്പൊ ആ ഒരു യുഗത്തിലേക്ക് ഇന്ന് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഓൺലൈൻ വഴിയാണ് ഇന്ന് സാധനങ്ങൾ വാങ്ങുന്നതും വിൽക്കുന്നതും അതുപോലെ തന്നെ ഓരോ എന്താണ് കമ്പനീസ് അവരുടെ പ്രോഡക്റ്റ് അഡ്വർടൈസ് ചെയ്യുന്ന എല്ലാം എന്ത് വഴിയാണ്? ഈ ഓൺലൈൻ മാർക്കറ്റിംഗ് വഴിയാണ് അല്ലേ. അപ്പം at present most of the people are using online market sites to purchase, sell or advertise their goods or services. അപ്പൊ നമ്മുടെ സാധനങ്ങളും സേവനങ്ങളും അഡ്വർടൈസ് ചെയ്യാനും പുതിയ പുതിയ പ്രോഡക്റ്റ് വാങ്ങാനും വിൽക്കാനും ഒക്കെ നമ്മളിപ്പോ ഓൺലൈൻ മാർക്കറ്റ് സൈറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ മൂന്നാമത്തെ ഇന്റർനെറ്റിലെ യൂസസ് നമ്മൾ എന്തോ പറഞ്ഞത്? ബിസിനസ്. അടുത്ത പോയിന്റ് സോഷ്യൽ നെറ്റ്വർക്കിംഗ്. അടുത്ത പോയിന്റ് എന്താണ്? സോഷ്യൽ നെറ്റ്വർക്കിംഗ്. എന്താണ് സോഷ്യൽ നെറ്റ്വർക്കിംഗ്? നോക്കിക്കേ, ടുഡേ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ്സ് പ്ലേ എ സിഗ്നിഫിക്കന്റ് റോൾ ഓൺ ദ ഓൺലൈൻ കമ്മ്യൂണിറ്റി. അപ്പൊ നമ്മുടെ ഈ ഓൺലൈൻ സമൂഹത്തില് ഈ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകൾ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. അവർക്ക് ഒരു പ്രധാനപ്പെട്ട റോള് ഉണ്ട്. People use the social network for personal and commercial purposes. അപ്പൊ പീപ്പിൾ എന്ത് ചെയ്യുന്നു? തങ്ങളുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയും അല്ലേ കൊമേഴ്സ്യൽ പർപ്പസിന് വേണ്ടിയും അവർ എന്ത് ചെയ്യുന്നു? ഈ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകൾ യൂസ് ചെയ്യുന്നത്, സോഷ്യൽ നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്നു. നമ്മുടെ അടുത്ത പോയിന്റ് ഏതാ പറഞ്ഞത്? സോഷ്യൽ നെറ്റ്വർക്കിംഗ് അല്ലേ. ടുഡേ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ് പ്ലേ എ സിഗ്നിഫിക്കന്റ് റോൾ ഓൺ ദ ഓൺലൈൻ കമ്മ്യൂണിറ്റി. ഓൺലൈൻ സമൂഹത്തിലെ ഓൺലൈൻ കമ്മ്യൂണിറ്റിയിൽ ഈ ഒരു സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ്സിന് എന്താണ്? അവരുടെ സിഗ്നിഫിക്കന്റ് റോള് പ്ലേ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പീപ്പിൾ യൂസ് ദ സോഷ്യൽ നെറ്റ്വർക്ക് ഫോർ പേഴ്സണൽ ആൻഡ് കൊമേഴ്സ്യൽ പർപ്പസ്. കൊമേഴ്സ്യൽ പർപ്പസിന് വേണ്ടിയിട്ടും പേഴ്സണൽ പർപ്പസിന് വേണ്ടിയിട്ട് ആളുകൾ എന്ത് ചെയ്യുന്നു? ഈ ഒരു സോഷ്യൽ നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്നു. നെക്സ്റ്റ് പോയിന്റ് ഷോപ്പിംഗ്. ഷോപ്പിംഗിന്റെ ആണ് നമ്മൾ പ്രത്യേകം എടുത്ത് പറയണ്ടേ അല്ലേ. ഇന്നെല്ലാം നമ്മളെല്ലാവരും ഇല്ലേ പർച്ചേസ് ചെയ്യുന്നത്, ഷോപ്പ് ചെയ്യുന്നതൊക്കെ നമ്മൾ എന്താണ്? ഇപ്പൊ വീട്ടിലിരുന്നാണ് നമ്മൾ കൂടുതലും സാധനങ്ങൾ ഇല്ലേ വാങ്ങിക്കുന്നത്. അപ്പൊ ഷോപ്പിംഗ്. ഇൻ ടുഡേസ് ബിസി ലൈഫ് ഷെഡ്യൂൾ ഓൾ ഓഫ് us ആർ അട്രാക്റ്റഡ് ടു ഓൺലൈൻ ഷോപ്പിംഗ് ഇല്ലേ. നമ്മളെല്ലാവരും ഓൺലൈൻ ഷോപ്പിംഗ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അത് നമ്മൾ മാക്സിമം പ്രയോജനപ്പെടുത്തുന്ന ആൾക്കാരാണ് ഇല്ലേ. ഓൺലൈൻ ഷോപ്പിംഗ് നമ്മളിപ്പം ഡ്രസ്സൊക്കെ ആയാലും ഇല്ലേ, നമ്മൾ ഫ്ലിപ്കാർട്ട്, മീഷോ അങ്ങനെ കുറെ സൈറ്റുകളുണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെയാണ് നമ്മൾ മിക്കവരും എന്ത് ചെയ്യുന്നത്? ഇപ്പം ഷോപ്പിംഗ് ചെയ്യുന്നത്. അപ്പൊ ഓൺലൈൻ ഷോപ്പിംഗ് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. ഇന്ന് കൂടുതലായിട്ടും നമ്മൾ കണ്ടുവരുന്ന ഒരു രീതിയാണ് ഈ ഒരു ഓൺലൈൻ ഷോപ്പിംഗ്. പിന്നെ ആളുകളെല്ലാം എന്തിനാണ്? ഈ ഓൺലൈൻ ഷോപ്പിംഗില് അട്രാക്റ്റഡ് ആണ്. ഇൻ ടുഡേസ് ബിസി ലൈഫ് ഷെഡ്യൂൾ all of us are attracted to online shopping. We can buy anything from anywhere with the help of internet. അപ്പോൾ നമുക്ക് ഇന്റർനെറ്റിന്റെ സഹായത്തോടു കൂടി ഏത് സാധനമായാലും ഏത് സ്ഥലത്തിരുന്നും നമുക്കത് പർച്ചേസ് ചെയ്യാം, വാങ്ങാം. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുവാണെങ്കിൽ ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീട്ടിൽ ഫുഡ് കൊണ്ടുവരും, ഡ്രസ്സ് ആയാലും നമ്മൾ എന്തായാലും നമ്മൾ ആഗ്രഹിക്കുന്ന എന്ത് സാധനങ്ങളായാലും നമുക്ക് വീട്ടിൽ കൊണ്ടുവന്നു തരും. വീട്ടിലല്ല, നമ്മൾ എവിടെ ഇരുന്നാലും ഓർഡർ ചെയ്താൽ നമുക്ക് ആ സ്ഥലങ്ങളിൽ ആ സാധനങ്ങൾ നമുക്ക് കിട്ടിയിരിക്കും. ഇന്നത്തെ കാര്യത്തില് ഓൺലൈൻ ഷോപ്പിംഗ് എല്ലാവരെയും ആകർഷിക്കുന്ന ഒന്നാണ് ഓൺലൈൻ ഷോപ്പിംഗ്. വി ക്യാൻ ബൈ എനിത്തിങ് ഫ്രം എനിവെയർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇന്റർനെറ്റ്. അപ്പൊ എവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് എന്ത് സാധനങ്ങൾ വേണമെങ്കിലും വാങ്ങാം ഇന്റർനെറ്റിന്റെ സഹായത്തോടു കൂടി. ഓക്കെ, അടുത്ത പോയിന്റ് എന്റർടൈൻമെന്റ്. എന്താണ് എന്റർടൈൻമെന്റ്?
we can get all kind of entertainment on internet. ഇന്റർനെറ്റിൽ നമുക്ക് എന്താണ് എല്ലാ തരത്തിലുള്ള എന്റർടൈൻമെന്റുകളും നമുക്ക് ലഭിക്കുന്നുണ്ട്. അത് നമുക്ക് ആർക്കും പ്രത്യേകം പറഞ്ഞു തരേണ്ട കാര്യമില്ല അല്ലേ. നമ്മൾ ഓൺലൈനിൽ ഗെയിം കളിക്കുന്നവരാണ്, മൂവീസ് കാണുന്നവരാണ്, സോങ്സ് കേൾക്കുന്നവരാണ്, അങ്ങനെ മാക്സിമം നമ്മൾ എന്റർടൈൻമെന്റ് നമ്മൾ ഓൺലൈൻ വഴി കണ്ടെത്തുന്നവരാണ് അല്ലേ. നോക്കിക്കേ, എക്സാമ്പിൾ വാച്ചിങ് ഫിലിംസ് ആൻഡ് പ്ലേയിങ് ഗെയിംസ് ഓൺലൈൻ. നമ്മൾ എന്ത് ചെയ്യുന്നു? മൂവീസ് എല്ലാം ഓൺലൈൻ വഴി കാണുന്നു, ഗെയിം കളിക്കുന്നു. പ്രാക്ടിക്കലി എവരിവൺ ക്യാൻ ഗെറ്റ് ദെയർ ഓൺ വേ ഓഫ് എന്റർടൈൻമെന്റ്. അപ്പൊ നമ്മൾ എല്ലാവരും എന്ത് ചെയ്യുന്നു? നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ വിനോദങ്ങൾ എന്റർടൈൻമെന്റ് ഇല്ലേ നമ്മൾ കണ്ടെത്തുന്നവരാണ് ഓൺലൈൻ വഴി. അപ്പൊ വീട്ടിൽ തന്നെ നമുക്ക് ഇപ്പൊ മിക്ക എല്ലാ കുട്ടികൾക്കും എന്താണ് ഈ ഒരു മൊബൈൽ ഫോൺ ഒക്കെ കയ്യിലുള്ളവരാണ്. അപ്പൊ അവരെല്ലാം ഓൺലൈൻ വഴി ചിലർ ഗെയിം കളിക്കാനാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ ചിലർ ഫിലിം കാണാനായിരിക്കും ഇല്ലേ, ചിലർ സോങ്സ് കേൾക്കാനായിരിക്കും. അപ്പൊ അവരുടേതായ രീതിയിൽ ഈ ഓൺലൈൻ വഴി സന്തോഷം കണ്ടെത്തുന്നുണ്ട്. ഓക്കെ, ഇന്റർനെറ്റ് ഹെൽപ്പ് us to find and share music, hobbies, news, games, etc. അപ്പൊ ഇന്റർനെറ്റ് എന്ത് ചെയ്യുന്നു? ഈ മ്യൂസിക് ആയാലും ഗെയിം ആയാലും ഇല്ലേ ഫിലിം ആയാലും ഒക്കെ ഷെയർ ചെയ്യാനും ഇന്റർനെറ്റ് സഹായിക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് അത് കാണുകയും ചെയ്യാം, അത് നമുക്ക് ഇഷ്ടത്തിന് ഷെയർ ചെയ്യുകയും ചെയ്യാം. അപ്പൊ എന്താണ് എന്റർടൈൻമെന്റ്? നമ്മൾ എന്താണ് പറഞ്ഞത്? we can get all kind of entertainment to internet. എക്സാമ്പിൾ വാച്ചിങ് ഫിലിം ആൻഡ് പ്ലേയിങ് ഗെയിംസ് ഓൺലൈൻ. ഇന്റർനെറ്റിലൂടെ നമുക്ക് ഏത് തരത്തിലുള്ള എന്റർടൈൻമെന്റുകൾ വേണമെങ്കിലും ഇല്ലേ കണ്ടെത്താം. നമുക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മൂവീസ് കാണാം, ഗെയിം കളിക്കാം ഇല്ലേ, ഓൺലൈൻ ഗെയിം കളിക്കാം, എന്താണെങ്കിലും ചെയ്യാം. പ്രാക്ടിക്കലി എവരിവൺ ക്യാൻ ഗെറ്റ് ദെയർ ഓൺ വേ ഓഫ് എന്റർടൈൻമെന്റ്. ഇപ്പൊ എല്ലാ ആൾക്കാരും അവരുടേതായ രീതിയിലാണ് പല പല വിനോദങ്ങളിൽ ഏർപ്പെടുന്നത്, അവർക്ക് ഇഷ്ടമുള്ള വിനോദങ്ങളിൽ ഏർപ്പെടുന്നു. ഇന്റർനെറ്റ് ഹെൽപ്പ് us to find and share music, hobbies, news, games, etc. അപ്പൊ ഇന്റർനെറ്റിലൂടെ നമുക്ക് മ്യൂസിക്കുകൾ കേൾക്കാനായാലും അതുപോലെ തന്നെ ഷെയർ ചെയ്യാൻ ഒക്കെ സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ് പോയിന്റ് സർവീസസ്. ഓക്കെ, നോക്കിക്കേ, ഓൺലൈൻ ബാങ്കിങ്, ജോബ് സീക്കിംഗ്, ബുക്കിംഗ്, മൂവി ടിക്കറ്റ്, hotel reservation and bill payment etc. are some of the services provided in internet for free of cost. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഓൺലൈൻ ബാങ്കിങ് ചെയ്യാം ഇന്റർനെറ്റ് വഴി അല്ലേ. അതുപോലെ തന്നെ ജോബ് സീക്കിംഗ്, നമുക്ക് ജോലികൾ കണ്ടെത്താം പലതരത്തിലുള്ള. പിന്നെ ബുക്കിംഗ്, മൂവി ടിക്കറ്റ്, നമ്മളിപ്പോൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് മിക്കവരും ഓൺലൈൻ വഴിയാണ്. അതുപോലെ തന്നെ ഹോട്ടൽ റിസർവേഷൻ ചെയ്യുന്നത്, നമ്മൾ ബില്ല് പേ ചെയ്യുന്നതൊക്കെ എന്താണ് ഇന്നത്തെ ലൈഫിൽ നമ്മൾ ഈ ഒരു ഇന്റർനെറ്റിന്റെ സഹായത്തോടു കൂടിയാണ് ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് ഇല്ലേ. നമ്മളിപ്പം ടിക്കറ്റ് എടുക്കാൻ നമുക്ക് സിനിമ മിക്കവരും എന്താണ് തിയേറ്ററിൽ പോയിട്ട് ടിക്കറ്റ് എടുക്കാറില്ല, ഓൺലൈൻ ബുക്കിംഗ് ആണ് മിക്കവരും ചെയ്യുന്നത്. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ബില്ല് പേ ചെയ്യുന്നതായാലും നമുക്കറിയാം, ഇപ്പൊ ഇലക്ട്രിസിറ്റി ബില്ലായാലും വാട്ടർ ബില്ലായാലും അങ്ങനെ എന്തായാലും നമ്മൾ എന്ത് വഴിയാണ് പേ ചെയ്യുന്നത്? ഈ ഓൺലൈൻ വഴിയാണ് പേ ചെയ്യുന്നത്. അപ്പൊ അതെല്ലാം എന്താണ് ഇന്റർനെറ്റിന്റെ സഹായത്തോടു കൂടിയാണ് ഇതെല്ലാം സാധ്യമാകുന്നത്. അപ്പൊ ഓൺലൈൻ ബാങ്കിങ്, ജോബ് സീക്കിംഗ്, ബുക്കിംഗ്, മൂവി ടിക്കറ്റ്, ഹോട്ടൽ റിസർവേഷൻ ആൻഡ് ബിൽ പേയ്മെന്റ്, ഇതൊക്കെ എന്താണ് എക്സെട്ര ആർ സം ഓഫ് സർവീസസ് പ്രൊവൈഡഡ് ഇൻ ഇന്റർനെറ്റ് ഫോർ ഫ്രീ ഓഫ് കോസ്റ്റ്. അപ്പൊ ഇതെല്ലാം ഫ്രീ ഓഫ് കോസ്റ്റിൽ നമുക്ക് ഇന്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന കുറച്ച് സർവീസസ് സേവനങ്ങളാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഇതിന്റെ ബാക്കിയുണ്ട്, ഇന്റർനെറ്റിന്റെ കുറെ ടേംസ് ഉണ്ട്, അതുപോലെ തന്നെ വെബ്സൈറ്റ്. അപ്പൊ ഇതിനെ കുറിച്ച് നമുക്കിനി അടുത്ത ക്ലാസ്സിൽ സ്റ്റഡി ചെയ്യാം, നമുക്ക് ഇനി വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കാം. നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് നോക്കിയത്? നമ്മൾ ഇന്റർനെറ്റിന്റെ ഒരു ഇൻട്രഡക്ഷൻ പറഞ്ഞു അല്ലേ, ഇന്റർനെറ്റ് എന്താണെന്ന് പറഞ്ഞു. ഇന്റർനെറ്റ് എന്ന് വെച്ചാൽ എന്തായിരുന്നു? നെറ്റ്വർക്ക് ഓഫ് നെറ്റ്വർക്ക് ആണ് അല്ലേ. എന്താ? നെറ്റ്വർക്കുകളുടെ ഒരു ശൃംഖലയാണ് ഇന്റർനെറ്റ് എന്ന് പറയുന്നത്. ഇന്റർനെറ്റ് ലോകത്തിലെ എല്ലാ കമ്പ്യൂട്ടറുകളെയും നമ്മൾ പരസ്പരം ബന്ധിപ്പിക്കുന്നു. അതുവഴി നമുക്ക് റിസോഴ്സസ് ഷെയർ ചെയ്യാനും നമ്മുടെ എന്താണ് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഒക്കെ നമുക്ക് സാധിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ഇന്റർനെറ്റിന്റെ കുറച്ച് കോമൺ യൂസസ് ആണ് പറഞ്ഞത്. അതിൽ ഏതൊക്കെ പോയിന്റ് നമ്മൾ പറഞ്ഞു? ഇമെയില്, ഇൻഫർമേഷൻ, ബിസിനസ്, സോഷ്യൽ നെറ്റ്വർക്കിംഗ്, എന്റർടൈൻമെന്റ്, സർവീസസ്. ഓക്കെ, അപ്പം ഇത് ടീച്ചർ പഠിപ്പിച്ച നോട്ട്സ് ടീച്ചർ വീഡിയോയുടെ ബാക്കിൽ ഉൾപ്പെടുത്തിയേക്കാം. ഇനി പഠിപ്പിച്ചതിൻ്റെ അപ്പം അത് നമ്മൾ ഇന്ന് പഠിച്ചതിന്റെ നോട്ട്സ് മാത്രം എഴുതിയെടുത്താൽ മതി. പഠിപ്പിക്കാത്ത നോട്ട്സ് വരുവാണെങ്കിൽ അതവിടെ കിടക്കട്ടെ, എഴുതണ്ട. അപ്പൊ ഇത്രയും പഠിപ്പിച്ചതിന്റെ നോട്ട്സ് വരുമ്പോൾ അത് പഠിക്കുക, നോട്ട്സ് എഴുതി ടീച്ചറിന് അയച്ചു തരിക. ഓക്കെ, നിങ്ങൾ സ്റ്റഡി ചെയ്യുന്നതിന്റെ വോയിസ് മെസ്സേജ് ടീച്ചറിന് സെൻഡ് ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.